ഡിലീറ്റ് ചെയ്താ മറ്റേ വീഡിയോ എല്ലാം ഡിലീറ്റ് ചെയ്തായിരുന്നോ? നമുക്ക് വേണമെങ്കിൽ ഫയർ എക്സ്റ്റിംഗ്വിഷർ ഒരു കണ്ണാടിയും കൂടെ. അതെ, അത് എന്താന്നറിയോ, അഥവാ നമ്മുടെ കണ്ടന്റ് അങ്ങ് തീ ആയിരുന്നു. ഓ സോറി നമ്മളതിപ്പോ എത്രാമത്തെ വീഡിയോ എടുക്കുന്നത്? 4 5 5 5ാമത്തെ 4ാമത്തെ വീഡിയോ. എങ്ങനെ ഇന്നലെ 2 ഇന്ന് 2 എടുത്തു. പിന്നെ ഇല്ല ഇന്നലെ 1 അതല്ലേ 4ാമത്തെ വീഡിയോ. 4ാമത് സോറി നമ്മുടെ 4ാമത്തെ എപ്പിസോഡ്. യെസ്, 4th എപ്പിസോഡ്. 3ാമത്തെ എപ്പിസോഡ് കണ്ടത് വളരെ സന്തോഷം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. 3ാമത്തെ എപ്പിസോഡ് ഇപ്പോഴാണ് പറയുന്നത്. 4ാമത്തെ തുടങ്ങി. 2ാമത്തെ എപ്പിസോഡ് എഡിറ്റ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പൊ എന്തായിരുന്നു നല്ല പരിപാടി? എന്തുവായിരുന്നു? ഒറ്റയ്ക്ക് പയ്യനായിട്ട് പോയി. ആ സീനല്ല പോയത് നമ്മള്. ഏത് സീൻ? ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. കള്ളച്ചിരിയുണ്ട് ഇവന്റെ അടുത്ത് എന്ത് പറഞ്ഞാലും ഇവൻ മറ്റേ സീനൊക്കെ പിടിക്കുന്നത്. ഈ നമ്മുടെ നാട്ടിലെ മാമന്മാരൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോഴത്തേക്കാണ് എന്താ മോനെ എന്താ പരിപാടി, അതുപോലെ എന്തെടാ ഞാൻ എന്തുവാടാ 29 വയസ്സായി. ഏത് മാമൻ? ഇവൻ എപ്പോ പറഞ്ഞാലും മറ്റേ കടയിലിരിക്കുന്ന ചേട്ടൻ. നിങ്ങൾ കണ്ടില്ല കടയിരിക്കുന്ന തോർത്ത മുണ്ടും കെട്ടി ഒരു സെപ്പറേറ്റ് പോസ് ഇങ്ങനെ പോസ് ഉണ്ട് അവിടെ ഷോപ്പില് കടയിലിരിക്കുന്ന ചേട്ടൻ. അങ്ങനെ എപ്പോ കണ്ടാലും മോനെ എപ്പാന്നല്ല എപ്പോഴാ പോകുന്നത് അതാ ചോദിക്കുന്നത് നാട്ടുകാർ. ഇവന് കൊറേ ലോക്കൽ ട്രോമാസ് കിട്ടിയിട്ടുണ്ടോ? പിന്നല്ലാണ്ട് അവിടുന്ന് പോയി ഇപ്പം നമ്മളും ഇങ്ങനെ അറിയാതെ വായിന്ന് വരുവാണ്, പക്ഷെ ചോദിക്കത്തില്ല ഇങ്ങനെ എത്ര ആളുണ്ട് ഇവിടെ. അത് ഇവൻ കടയിലിരിക്കുന്ന ചേട്ടന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ മറ്റേ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് സ്കൂട്ടർ ഉണ്ടല്ലോ, ഇയാള് ഇത് ഓടിച്ചോണ്ട് നമ്മൾ അവിടെ ഒരു കടയുണ്ട്, അതിന്റെ ഫ്രണ്ടിൽ കൂടെ എപ്പോൾ ഇത് ഓടിച്ചോണ്ട് പോയാൽ ഉടനെ ഞങ്ങൾ അച്ഛനെ വിളിച്ചത് ഞാൻ ഭയങ്കര സ്പീഡിലാണ് പോകുന്നത്, അതായത് പോകുന്നത്. ഒരു ദിവസം എനിക്ക് മറ്റേ കലിപ്പ് സീനായിട്ട് ഞാൻ അവനോട് ഞാൻ പറഞ്ഞു ഇനി എന്നെ പറ്റി അനാവശ്യമായിട്ട് നമ്മൾ പയ്യെ പോയാലും ഇപ്പൊ ഇയാൾ വിളിച്ചു പറയുന്ന മറ്റേ ഭയങ്കര ഭയങ്കര സീനാ, ഭയങ്കര സ്പീഡിലാ പോകുന്നത്. അതായത് ചുമ്മാ പയ്യെ പോയാലും നമ്മള് സ്പീഡിൽ പോകത്തില്ലെന്ന് പറയുന്നത്, സ്പീഡിൽ പോകും. പക്ഷെ എന്നാലും പുള്ളി വിളിച്ച് പറയും പയ്യെ പോയാലും പറയും ഇതുപോലെ സീനാന്നൊക്കെ ചുമ്മാ വിളിച്ച് പറയുവാണ്. പുള്ളിയുടെ അച്ഛൻ്റെ വണ്ടിയാണോ? അല്ല അതല്ല, പണിയില്ലാത്തവർ. ഒരു ദിവസം ഞാൻ പോയി പറഞ്ഞു ഇനി എന്നെ പോലെ അടിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കട ഞാൻ കത്തിക്കുന്നു. അതിനുശേഷം പിന്നെ പുള്ളി വിളിച്ചിട്ടില്ല. അയ്യോ, പിന്നെ നിങ്ങൾക്കൊന്നുമില്ല ഇങ്ങനത്തെ എക്സ്പീരിയൻസ് ഒന്നുമില്ല? ഉണ്ട് ഈ വിളിച്ചു പറയാ. എനിക്ക് അങ്ങനെ സീൻ ഇതുവരെ ഉണ്ടായിട്ടില്ല. പോടാ. കാരണം ഞാൻ മറ്റേ എന്റെ തണ്ടർവേഡായിരുന്നു, അതായത് മറ്റേ 80 കഷ്ടിയാക്കുന്നത് അതുകൊണ്ട് പയ്യെ പോവാത്തുള്ളൂ. അല്ല എന്നാലും മറ്റേ ഇത് വേറെ പാര ഇതുവരെ അങ്ങനെ എനിക്ക് ഡയറക്റ്റ് ഇതുവരെ കിട്ടിയിട്ടില്ല പാര. ആണോ? എനിക്കുണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ 2ാം ക്ലാസ്. നീ വണ്ടി ഓടിക്കൂ? സൈക്കിൾ ഭയങ്കര ട്രെയിനിങ് വീൽസ് ഒക്കെ. ഒരു ചേട്ടാ ഞാൻ ഉള്ളാരും പറയാം കേട്ടോ, ഞാൻ അവിടെ ഞാൻ അവിടെ ജനിച്ചു തൊട്ട് ഞാൻ പുള്ളിയെ കാണുക. എല്ലാ ദിവസവും വൈകുന്നേരം ഒരു 6:30 ആകുമ്പോഴത്തേക്കും അമ്പലത്തിന്റെ അട അങ്ങ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനെ അവിടെ ഉണ്ടാവും. അവിടെ നിന്ന് അമ്പലത്തിന്റെ അടയോ? അമ്പലത്തിന്റെ അട അമ്പലത്തിന്റെ നട ഓപ്പൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അമ്പലത്തിൽ നിന്ന് ഒരു 100 മീറ്റർ ദൂരെ ഒരു മുടുക്കുണ്ട്. മുടുക്ക് മറ്റേ ഈ അകത്തേക്ക് കയറുന്ന മുടുക്ക്, അതെനിക്ക് ഉറപ്പാ. ഇങ്ങനെ എല്ലാ ദിവസവും രാത്രി 10 മണി വരെ അവിടെ നിന്നുകൊണ്ട് 2-3 ആൾക്കാർ അവിടുത്തെ 1000 ആൾക്കാരായിട്ടിരുന്ന് കൊണയടിന്ന് വെച്ചാ വേറെ ഒരു പണിയില്ല. എല്ലാ ദിവസവും ഞാൻ ഇപ്പോഴും എനിക്ക് ഓർമ്മയില്ല, ജിമ്മിൽ നിന്ന് തിരിച്ച് വീട്ടിൽ പോകുമ്പോഴത്തേക്ക് അങ്ങനെ അവിടെ നിൽക്കുന്നതാണ്. എന്നെ കണ്ട എപ്പ ചോദിക്കുന്ന ആദ്യം മോനെ എപ്പോഴാ വന്നതല്ല, എപ്പോഴാ നീ നാട്ടിൽ നീ എന്നാ പോകുന്നത്, സത്യോ നീ എന്ന് പോയി തരാമെന്ന് ചോദിക്കുന്നത്. മാത്രം വൃത്തിയുടെ സംസാരം. 2ാം ക്ലാസ് വെച്ച് ഞാൻ സൈക്കിളിൽ സ്പീഡിൽ പോകുന്നു പറഞ്ഞ് ഇങ്ങനെ എന്നെ പിടിച്ചോണ്ട് വീട്ടിൽ കൊണ്ടുപോയി. സൈക്കിൾ നിങ്ങളുടെ വണ്ടി പൊട്ടിയിരുന്നില്ല. വൃത്തിയായിട്ടൊരു മനുഷ്യൻ.
ഇങ്ങനെ വീഡിയോ കാണാൻ നിങ്ങൾക്ക് മനസ്സിലാവും അങ്ങനെ തന്നെയാണ്. കാരണം അങ്ങനെ മാത്രമേ ഉള്ളൂ അത്ര നാളോട്ട് അവിടെ കൊണ്ട് നിൽക്കുന്ന റോഡിന്റെ ആ മുടുക്കില് ഒരു പണി കണ്ടു. ഏതേലും ഒരു സമയത്ത് അങ്ങേര് ഇത് കാണട്ടെന്ന് നമുക്ക് കണ്ടെങ്കിലും ഒന്നുമില്ല, നന്നാവട്ടെ. സ്വന്തം പണി നോക്കത്തില്ലെന്ന് നാട്ടുകാർ എന്തൊക്കെ ചെയ്യുന്നു അത് മാത്രം. അങ്ങനെ കുറെ ആൾക്കാർ പാളി ടീംസ്. ഇതിനകത്തിരുന്ന് കുറ്റം പറയണോ? നിർത്താം. കുറ്റം പറഞ്ഞല്ല, ക്യാമറ വെച്ചിരുന്ന് കുറ്റം എടാ നമ്മള് അനുഭവിച്ച കാര്യങ്ങളല്ലേ, മറ്റൊരാളുടെ കാര്യമല്ലല്ലോ പറയുന്നത്. നമ്മള് എന്റെ ലൈഫ് നടന്ന കാര്യമല്ലേ പറയുന്നത്. നമ്മളെ പറ്റി കുറ്റം പറഞ്ഞ ഒരു കാര്യം നമ്മൾ പറയുന്നത്. ഇതുപോലെ പല ആൾക്കാരും ഇതുപോലെ നമ്മളിപ്പോ ഇത് പറയുമ്പോ ആയിരിക്കുമല്ലോ പല ഈ ഇച്ചിരി നമ്മുടെ ഇതിലുള്ള ആൾക്കാർ പണ്ട് എനിക്കും അങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നു, ഒരു സ്കൂൾ ടീച്ചറും ഉണ്ടായിരുന്നു. അതെ, അല്ല അതൊരു പ്രകൃതി നിയമം, മുടക്കാൻ ആരെങ്കിലും കാണില്ല എല്ലാ സ്ഥലത്തും. അതാ ഇപ്പൊ നമ്മൾ കാണുമ്പോഴും കാണുന്ന ചിലവരായിരിക്കും എന്തോ കാണിക്കുന്നത്. അത് അതെല്ലായിടത്തും ഉണ്ടല്ലോ നെഗറ്റീവ്. അന്നാരെയും കൊണ്ടൊന്നിനും കൊള്ളത്തില്ല, എന്നാ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന നമുക്ക് എന്തെങ്കിലും നല്ല കാര്യങ്ങളോ. ചേട്ടൻ ഒരു റാൻഡം ആയിട്ട് ടോപ്പിക് സ്റ്റാർട്ട് ചെയ്ത് നോക്കട്ടെ എങ്ങനെയാണ്. നിനക്കിപ്പോ ലോകത്ത് ജീവിച്ചിരിക്കായിട്ടുള്ള ആരെയും കാണാൻ പറ്റും. ആരെക്കാണല്ലോ ആഗ്രഹം? എനിക്ക് എന്റെ അമ്മയാണ്. അമ്മ ഇതുവരെ കണ്ടിട്ടുണ്ട്, പക്ഷേ ഐ വാസ് ഭയങ്കര കണക്റ്റഡ് ആയിരുന്നു പുള്ളിക്കാരിയായിട്ട്. പുള്ളിക്കാരിക്ക് ക്യാൻസർ വന്ന് മരിച്ചതാണ്. ശോകമാവും വേണ്ട സീന. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പൊ ജീവിച്ചോ മരിച്ച ജീവനോടെ ഉണ്ടോ മരിച്ച ലിവിങ് ഓർ ഡെഡ് ഓർ ലിവിങ് ആരെ കാണാൻ ആഗ്രഹം? ഇപ്പൊ ഓൾറെഡി മരിച്ചവിടെ സന്തോഷമായിട്ടിരിക്കുന്ന ആൾക്കാരെ ഞാൻ വിളിച്ചെണീപ്പിച്ച പിന്നെ അല്ല നിനക്കൊരു ആഗ്രഹം തോന്നുമല്ലോ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ, ഒരാളെ കാണണോന്നൊരു ആഗ്രഹം. നീ നിനക്ക് ആരെയാണല്ലോ കാണാൻ ജീവിക്കുന്ന ലിവിങ് ഓർ ഡെഡ് ആരെയാണ്? അവനങ്ങനെ പ്രത്യേകിച്ച് ഇത് മറ്റേ അത്ര ചിന്തിക്കാൻ പറ്റുന്നു. അവിടെ നിന്ന് പോയി മറ്റേ എഞ്ചിന് പെട്രോൾ അടിക്കേണ്ടി വരും. ഞാൻ എന്റെ അച്ഛനൊരു വലിയ പൊളി മനുഷ്യന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. സിദ്ധനെ കണ്ടിട്ടില്ല. ഞാനും അല്ലേ? കൊറേ സ്റ്റോറി കേട്ടിട്ടുണ്ട്. അച്ഛന്റെ കുഞ്ഞുനാളില് അച്ഛനെന്തോ 11 വയസ്സ് 11 വയസ്സ് എന്തോ ഉള്ളപ്പോ പുള്ളിക്കാരൻ മരിച്ചത്. പുള്ളിക്കാരന്റെ സ്റ്റോറീസ് ഒക്കെ ഞാൻ കുറെ കേട്ടിട്ടുണ്ട്. നൈസാ, മറ്റേ ഭയങ്കര അങ്ങനത്തെ സീനൊക്കെയാണ് ആൾക്കാർ പറയുമ്പോഴത്തേക്ക് ലെജൻഡറി ഓറയാണ്. ഞാൻ ഇങ്ങനെയൊക്കെ ആളൊക്കെ ഉണ്ടോ ഓരോ കഥ കേൾക്കുമ്പോ അതും മറ്റേ അച്ഛനിടുമ്പോഴത്തേക്ക് അമ്മൂമ്മ വന്നിട്ട് ഓരോ കഥകളൊക്കെ പറയും. അത് തന്നെ അമ്മൂമ്മമാര് സീനാട്ടോ. അമ്മൂമ്മമാര് ഇതുപോലുള്ള മറ്റേ നമ്മളെ ഫയർ ആക്കുന്ന കാര്യങ്ങളൊക്കെ പറയും. അങ്ങ് ട്രിപ്പായി പോകും കേട്ട് ഞാൻ പൊളിയെന്നത്. അതൊരു ആഗ്രഹമുണ്ട്. പുള്ളിക്കാൻ വീട്ടിലെ പുള്ളിയുടെ വലിയൊരു ഫോട്ടോ വെച്ചിട്ടുണ്ട് അവിടെ. എന്നിട്ട് എല്ലാ ദിവസം അമ്മ രാവിലെ വന്നിട്ട് അതായിട്ട് ദൈവത്തെ പ്രാർത്ഥിച്ചിട്ട് കത്തിക്കാണ്. ഒരു മീമുണ്ട് മറ്റേ അന്ന് പറഞ്ഞ ഇപ്പോഴത്തെ പിള്ളേരുടെ ഒരു പ്രേമാണ്. പണ്ട് എന്റെ തോമാച്ചായ കറിക്കിച്ചിരി ഉപ്പ് കുറവാന്ന് പണ്ടത്തെ കറിക്ക് ഉപ്പില്ലെന്ന് പറഞ്ഞ അവര് ചള്ളക്കടിയ. അയ്യോ, പക്ഷെ അല്ല പണ്ടത്തെ പ്രേമം എന്ന് പറയുമ്പോ ഇച്ചിരി നൈസ് ഒരു ഇതല്ലേ. മറ്റേ കത്തൊക്കെ എഴുതുന്നു. ഇപ്പൊ എന്ന് പറഞ്ഞാൽ എന്താ, മറ്റേ നമ്മള് ഫോൺ എടുക്കുന്നു, വാട്സാപ്പ് നമുക്ക് ഇന്ന് പുറത്തു പോവാം, എപ്പോഴും ടച്ചില്ല. മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ എപ്പോഴും ടച്ച് ഫോർമൽ ആയിരുന്നു. അത് എന്ന് വെച്ചാൽ ഇച്ചിരൂടെ റിസ്ക് എടുത്തിട്ടുള്ള സംഭവങ്ങൾ. എന്ന് വെച്ചാൽ എടാ പണ്ടെന്ന് പറഞ്ഞാൽ ഇത്രയും ഇപ്പൊ ഇച്ചിരൂടെ ലിബറൽ ഒരു സംഭവം അല്ലേ. പണ്ടെന്ന് പറഞ്ഞാൽ പെൺപിള്ളേരെ ഒന്നും ഇങ്ങനെ അത്ര ഇറക്കി വിടത്തില്ല. ആ ഒരു സീനൊക്കെ ഉണ്ടായിരുന്നു. സ്കൂളിൽ വെച്ച് പോലും അങ്ങനെ ഈ ടീച്ചർമാരൊക്കെ ഭയങ്കര സീൻ. ആമ്പിള്ളേരും ഇപ്പൊ ഞാൻ പഠിക്കുമ്പോഴൊക്കെ തന്നെ കുറെ സീൻ ഉണ്ടായിരുന്നു. റിലേഷൻഷിപ്പ് ഒന്നും ആർക്കും അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റാത്ത ഇതായിരുന്നു. മിണ്ടിയാലൊക്കെ സീനൊക്കെ ഉണ്ടാവും. അങ്ങനത്തെ സീനൊക്കെ ചില ഇതില് പണ്ട് കാലഘട്ടങ്ങളിലൊക്കെ അങ്ങനത്തെ ഒരു ഇതുണ്ടായിരുന്നല്ലോ. പണ്ട് ഈ സ്കൂളിലൊക്കെ നമുക്ക് ഒരു അസൈൻഡ് പ്ലേസ് ഉണ്ടാകും, അവിടെ മാത്രമേ ഇരിക്കാവുള്ളൂ. അങ്ങനത്തെ സീൻ ഉണ്ടാകും. അങ്ങനൊന്നുമില്ല. ഇപ്പൊ ഒരു ദിവസം അവിടെ ഇരുന്നു, അടുത്ത ദിവസം വേറെ ഇരിക്കാം ക്ലാസ്സിൽ. നമുക്ക് ഗോ ബാക്ക് ടു യുവർ പ്ലേസസ് ആ സീൻ ഉണ്ടായിരുന്നു. ഞാൻ ഓർക്കുന്നില്ല, ഉണ്ടായിരുന്നായിരിക്കാം ഒരുപക്ഷെ.
പക്ഷെ +1 ഓർമ്മയുള്ള കാലഘട്ടത്തിലൊന്നും അങ്ങനൊന്നുമില്ല, തോന്നുന്നിടത്തൊക്കെ ആയിരിക്കും. അല്ല നമ്മളല്ലേല് ബാക്ക് ബെഞ്ച് സീനാ ഇരിക്കുന്നത്. അത് ഫ്രണ്ട് ഇരിക്കാൻ താല്പര്യമില്ല, പറ്റില്ല. ആകെ പിടിച്ചോണ്ടിരുത്തുന്നത് മാത്രമല്ല. അവിടെ മുമ്പില് വല്ല മൂന്നാമത്തെ ബെഞ്ചിൽ പോയിരുന്നാല് നീ ഇത് ആരെ കാണിക്കുന്നത്, അത് ആ സീനാ. നീ ആരെ കാണിക്കുന്നത്, നീ ബാക്കി അതാ ഇത് ഷോ ആണ്. അവിടെ ഇവിടെ സാൻഡ്വിച്ച് ഒക്കെ ഇവിടെ നീ വന്ന് കഴിക്കട്ടെ. മറ്റേ സാൻഡ്വിച്ച്, നമ്മള് മറ്റേ മിച്ചറും കപ്പലണ്ടിയും. അതുകൊണ്ട് പക്ഷെ അവന്റെ മറ്റേ രാവിലെ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സാൻഡ്വിച്ചില്ല. എന്താ കുട്ടാ മിണ്ടായിരിക്കുന്നേ? അല്ലെങ്കിൽ ഒരു ഹിസ്റ്റോറിക്കൽ ആലോചിക്കുമായിരുന്നു. കേക്കിട്ട് എന്തായാലും ചോദ്യം ഇങ്ങനെ ആലോചിക്കുക. നീ എന്തോ ചോദ്യോത്തരത്തിന് വേണ്ടിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ക്വിസ് മത്സരം നടത്താം. അല്ലാതെ ചുമ്മാ ഇരുന്ന കൊണ പറയാനാണ് എന്തോ പറയാറ്. ഇയാള് പിന്നെ എന്താ പറഞ്ഞു ഇത് തുടങ്ങിയത്? പിന്നെ ചുമ്മാ കൊണ ഒരു ഫിലോസഫിക്കൽ കാര്യം ഞാൻ പറയട്ടെ. നമ്മൾ ഒരു മനുഷ്യന്റെ അകത്തൊരു ആത്മാവ് ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്തുമായിരുന്നു അതിന്റെ ഒരു കോയിൻസിഡൻസ്? നിങ്ങൾ ആ ശരീരത്തിൽ വന്ന് പെട്ടു. ഈ ആത്മാന്ന് പറയുന്നത് ഉള്ളതാണോ? ഞാൻ മറ്റേ കഴിഞ്ഞ ആദ്യത്തിനകത്ത് അല്ല, ഞാൻ കണ്ടിട്ടുണ്ട് ഒരാൾ ചാകുമ്പോഴത്തേക്കും പുക ഇറങ്ങി പോകും. തീ കത്തിക്കുമ്പോ ആര് കത്താലും തീ കത്തിച്ച് പോവും. ഞാൻ വേറൊരു ട്രിപ്പ് വരുന്നത്, നമ്മളെങ്ങനെ ഇരിക്കുന്നത് നമുക്ക് അറിയത്തില്ല. നമ്മള് മറ്റേ കണ്ണാടി കൂടെ ഫോട്ടോ കൂടെ അല്ലേ കണ്ടിട്ടുണ്ട്. അല്ലാതെ ഇപ്പൊ ഞാൻ നിന്നെ കാണുന്ന പോലെ എനിക്ക് എന്നെ കാണാൻ പറ്റത്തില്ല. നമ്മൾ ശരിക്കും എങ്ങനെ ഇരിക്കാൻ നമുക്ക് അറിയത്തില്ല. അതെന്താ? ഇപ്പൊ നിന്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് നീ ഇങ്ങനെയാണോ ഇരിക്കുന്നത് എന്നോടോ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയാൻ പറ്റത്തില്ല. നിനക്കറിയാം, പക്ഷെ ഞാൻ നോക്കുമ്പോ ഫോട്ടോ അത്, പക്ഷെ എന്നാലും ഇങ്ങനെ നേരിട്ട് കാണുന്ന പോലെ അല്ലല്ലോ ഫോട്ടോ. അല്ല, അപ്പൊ അതിന് മറ്റേ റിയാലിറ്റി ഒക്കെ വിട്ടു പോകണം. അതിന്റെ മറ്റേ ഇതുണ്ടല്ലോ, ഒരു എന്തോ ആസ്ട്രൽ പ്രൊജക്ഷൻ. എനിക്ക് പണ്ടോടുള്ള ഒരു ആഗ്രഹം, എന്നെ വെളിയിൽ നിന്ന് കാണുന്നു എങ്ങനെയായിരിക്കുന്നത്. നമ്മളെ തന്നെ ഒരു തേർഡ് പേഴ്സൺ. ഡോക്ടർ സ്ട്രേഞ്ചിനകത്ത് അവൻ പോകുന്നില്ലേ? അത് അടിച്ച് പൊട്ടനായ മതി അങ്ങനെ പോകാനായിട്ട്. ഞാൻ ഇടക്കിടക്ക് ഇങ്ങനെ അടിച്ചിങ്ങനെ ലോസ്റ്റ് ആകുമ്പോഴത്തേക്കും ഞാൻ എന്നെ തന്നെ ഇങ്ങനെ തേർഡ് പേഴ്സണിൽ കാണുന്നത്. നമ്മൾ ഇത് കള്ളിനെ പ്രൊമോട്ട് ചെയ്യുന്ന വീഡിയോ അല്ല. ഞാൻ കള്ളല്ല ഉദ്ദേശിച്ച. അല്ല, അതാ പറഞ്ഞ പണ്ട് തൊട്ടേ ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ട്, നാർക്കോട്ടിക്സ് ഈസ് എ ഡർട്ടി ബിസിനസ്. അല്ല, പക്ഷെ അങ്ങനെ ഉണ്ടായിട്ടില്ലേ നമ്മൾ ഈ ഫസ്റ്റ് ടൈം ഒക്കെ ഇതാകുമ്പോഴത്തേക്കും നല്ല ബ്ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും നമ്മളിങ്ങനെ നമ്മുടെ ഒരു തേർഡ് പേഴ്സൺ പെർസ്പെക്റ്റീവ് നമ്മളിങ്ങനെ കാണുന്നത് ഇങ്ങനെ ഇരിക്കും. എങ്ങനെ ഇരിക്കും? മറ്റേ ചുമ്മാ ട്രിപ്പ് ഇരിക്കണോ വിജയ, നമ്മളല്ല പോലീസും പിടിച്ചോണ്ട് പോകുന്നു മിക്കവാറും. എന്താ പറ്റി? വാട്ട് ഹാപ്പൻഡ്? ഉറക്കം ശരിയായിട്ടില്ലല്ലേ? എന്തു ആലോചിക്കുന്നത്? നമ്മളിപ്പോ നമ്മുടെ ശരീരത്തിൽ വന്ന് ഇവരിപ്പോ പറഞ്ഞില്ല അതെങ്ങനെ ഒരു മൂവി ഞാൻ കണ്ട, ഒരു ഇംഗ്ലീഷാണെന്ന് തോന്നുന്നില്ല, അത് കൊറിയനോ റഷ്യനോ സംഭവം. അതിനകത്ത് ഒരു ഡിവൈസ് ഉണ്ടാക്കിയിട്ട് നമ്മൾ മറ്റേ ബ്രെയിനുമായിട്ട് കണക്ട് ചെയ്ത് വെച്ചിട്ട് ഈ സാധനം ഒരു 8 പേര് ഒരു ഗെയിം കളിക്കുന്നതാണ്. ഒരു കല്യാണത്തിന്റെ തലേന്ന് നൈറ്റ് പാർട്ടി ഇത് സീന. അതിനകത്ത് ഇവൻ ഈ സാധനം കൊണ്ട് വന്നിട്ട് 8 പേരുണ്ട്. ഇവര് ഫ്രണ്ട്സ്, ഇവർ പണ്ട് തൊട്ടേ ഭയങ്കര ഫ്രണ്ട്സാണ്. ഇവരിതിനകത്ത് ഇത് കണക്ട് ചെയ്തിട്ട് മറ്റേ നമ്മുടെ മൈൻഡ് സ്വിച്ച് ചെയ്യും. നിന്റെ മൈൻഡ് എന്റെ ബോഡിയിൽ, നിന്റെ മൈൻഡ് ഇവന്റെ ബോഡിയിൽ, അങ്ങനെ ഒരു ഇത് സ്വിച്ച് ചെയ്തിട്ട് അവര് എന്നിട്ട് സംഭവം എന്ന് പറഞ്ഞാൽ അത് സ്വിച്ച് ചെയ്യുമ്പോൾ ഇത് ഐഡന്റിഫൈ ചെയ്ത് അതൊരു ഗെയിം ആയിട്ടാണ് ഇവൻ ഇത് ചെയ്യുന്നത്. ഇത് ആക്ച്വലി അവന്റെ ബോഡിയിൽ, അവൻ എന്ന് പറയുന്ന ആ ഒരു പേഴ്സൺ ഉണ്ടല്ലോ, അവന്റെ ബോഡിയിൽ ഓൾറെഡി അവന്റെ സിസ്റ്ററിന്റെ ബോഡി കയറ്റി വെച്ചേക്കോ. അത് ഇവർക്കും അറിയത്തില്ല. ഇത് ഏറ്റവും ലാസ്റ്റിൽ ഈ ട്രിപ്പിന്റെ അത് കാണിക്കുന്നത് മൊത്തത്തിൽ ഇതായി പോകും. എന്നിട്ട് ഇവള് ഇത് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവക്ക് എന്തോ ഒരു പഴയ ഒരു ട്രോമ, ഒരു പ്രതികാരം തീർക്കണം. അതിന് വേണ്ടിട്ട് ഇവള് വന്നിട്ട് എല്ലാരും അങ്ങ് സ്വിച്ച് ചെയ്ത് 2-3 പേരൊക്കെ അങ്ങ് തട്ടിക്കളയും. പഴയ യക്ഷികഥയല്ല ഇത്, മറ്റേ ഡിവൈസ് വെച്ചിട്ട് സയന്റിഫിക്കലി കണ്ടുപിടിച്ച് ഇവന്മാരൊരു ഡിവൈസ് ഉണ്ടാക്കിയിട്ട് ഇത് വെച്ച് നമ്മൾ കേബിൾ വെച്ച് കണക്ട് ചെയ്തിട്ട് നമ്മുടെ മെമ്മറി ഈ ലാപ്ടോപ്പിനകത്തും ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുന്ന പോലെ മൈൻഡ് അങ്ങോട്ടും ഇങ്ങോട്ടും സ്വിച്ച് ചെയ്യും. അപ്പൊ അവൾ അത് കഴിഞ്ഞിട്ട് ശരീരം മാറ്റിയിട്ട് ആൾക്കാരെ കൊല്ലും. ഇല്ല, ശരി, ഇതെല്ലാം ഒരു നൈറ്റ് നടക്കുന്ന സംഭവമാണ്. എല്ലാം ഒരു നൈറ്റ് നടക്കുന്ന സംഭവം.
ഒരു ബ്രദർ സിസ്റ്റർ സീനാണ്. അപ്പൊ ഇവൻ ആ ബ്രദറാണ് ഈ സാധനം കണ്ടുപിടിക്കുന്നത്, അവളുടെ ബ്രദറാണ് ഈ സാധനം. അപ്പൊ ഇവരെല്ലാരും ഒരുമിച്ച് പഠിച്ചതാ. ഇവർക്ക് എന്തോ ലവ് ഫെയിലിയർ അങ്ങനെ എന്തോ ഒരു സീൻ പണ്ടുണ്ട്, ഇവര് പഠിക്കുന്ന ടൈമിൽ എന്തോ ഉണ്ടായിരുന്നു. അപ്പം ഇവനും ഇവളോട് ഇത് ഇങ്ങനെ സ്വിച്ച് ചെയ്യും. ഈ ഫസ്റ്റ് ഒന്ന് ടെസ്റ്റ് അടിക്കാനുള്ള ഇവൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെന്നുള്ള രീതി ചുമ്മാ ഒരു ഇതിന് വേണ്ടിയിട്ട് സ്വിച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇവള് അപ്പോഴത്തേക്ക് ഈ സാധനം വെച്ച് ഇവള് സൈക്കോയല്ലേ, ഇത് വെച്ചിട്ട് ബ്രദർ ഇപ്പൊ അവളുടെ ശരീരത്തില്ല, ബ്രദറിന്റെ മൈൻഡ് അവനെ അടിച്ചങ്ങിടും, അൺകോൺഷ്യസ് ആക്കും അടിച്ച്. ഇവളിതും കൊണ്ട് പോയിട്ട് കളിക്കും. അത് എന്നാലും ഇത് നമ്മളെ നാളെ എണ്ണീക്കും വേറൊരാളാണെങ്കിലും ആവത്തില്ലല്ലോ. അല്ല അങ്ങനെ ആവുകയാണ് നമ്മളെങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും ബാക്കിയോ? ഞാനല്ല, അയ്യോ എന്നാ ഫ്ലിപ്പല്ലേ അത്. നമ്മളങ്ങനെ പറഞ്ഞാൽ ആരും വിശ്വസിക്കുന്നില്ല. അയ്യോ, ആ മറ്റേ ക്യൂർ നെയിം എന്ന് പറഞ്ഞൊരു ആനിമയിലും അങ്ങനെ സംഭവിക്കുന്നില്ലേ? അതായത് ആൾക്കാരുടെ ലൈക്ക് ബോഡി സ്വിച്ച് ആകുമ്പോഴത്തേക്ക് അവൻ പറഞ്ഞ് മനസ്സിലാക്കുന്നത് ഞാൻ ഇന്നലെ മറ്റേ ഇത് കണ്ടു കേട്ടോ, ഡീമൺ സ്ലെയറിന്റെ ബാക്കി കണ്ടു. നൈസാ, കൊള്ളാം. സ്റ്റോൺ ആഷറ സീനല്ലേ? കണ്ടില്ല. കണ്ട് എന്തോ ഫൈറ്റ് ആയിരുന്നു. ഇല്ലല്ല ഫുള്ള് കണ്ട്. ഓഫീസർ ഓൺ ഡ്യൂട്ടി ആണോ? ഇന്നലെ രാത്രിയില്ല. അല്ല ഇന്നലെ ഇവിടെ അവിടെ പോയത് രാത്രി. ഓഫീസർ ഓൺ ഡ്യൂട്ടി അതെന്നാ സീൻ പടമല്ലേ? ഭയങ്കര ഡാർക്കാ. ഞാൻ അത്ര എക്സ്പെക്ട് ചെയ്തില്ല കേട്ടോ. ഞാൻ ഇങ്ങനെ നോക്കിണ്ടെങ്കിൽ ഓക്കെ വൈകിട്ട് പടത്തിന് പോകുന്നുണ്ടോ? ജിംഖാനോ അല്ലേ? ജിമ്മിൽ പോയിട്ടപ്പോ നേരത്തെ ഇറങ്ങണം. ജിമ്മി 6 മണിക്ക് പോവാ, പടത്തിന് പോകും. 6 മണിക്കാണ്. അപ്പൊ പിന്നെ നമ്മൾ പറഞ്ഞത് ആസ്ട്രൽ പ്രൊജക്ഷൻ, അതൊക്കെ ചെയ്യാൻ പറ്റുമെന്നല്ലേ? അത് അങ്ങനെ ഒരു ട്രെയിൻ ചെയ്താൽ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഈ യോഗ മെഡിറ്റേഷൻ ഒക്കെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സാധനം ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. ഇടയ്ക്ക് ഞാൻ ഈ ഉമ്മാര് പറയുന്നത് ഈ നമ്മള് മറ്റേ ഡ്രഗ്സ് ഉപയോഗിച്ച് കിട്ടുന്ന സാധനം ഉമ്മാർക്ക് ഈ യോഗ മെഡിറ്റേഷൻ ആ സാധനം തന്നെ ചെയ്യാൻ പറ്റും, ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. മറ്റേ വിവേകാനന്ദന്റെ സീൻ കേട്ടിട്ടുണ്ടോ നീ? മറ്റേ വിവേകാനന്ദനെ ഏതോ ഒരു US കോൺഫറൻസ് ഇതില് ചലഞ്ച് ചെയ്തപ്പോ പുള്ളിയുടെ മെഡിറ്റേഷൻ പവർ കൊണ്ട് എന്ത് ചെയ്യാന്നുള്ള ഇത് പറഞ്ഞപ്പോ പുള്ളി മറ്റേ നോക്കി ബുള്ളറ്റ് പ്രൂഫ് പൊട്ടിച്ചേ. അത് ഉള്ളതാ, അതിന്റെ എവിഡൻസ് ഉള്ളതല്ലേ? യൂട്യൂബിലുണ്ട്, ചുമ്മാ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. ബുള്ളറ്റ് പ്രൂഫിന്റെ മറ്റേ ഇതുണ്ടല്ലോ, ഷീൽഡ്, ആ സാധനം നോക്കി പൊട്ടിച്ചു. കോൺസെൻട്രേഷൻ. എനിക്ക് ചെറിയ സംശയമുണ്ട്. എന്താ യൂട്യൂബിലുണ്ട് ഇത് ഒറിജിനൽ സാധനം. ചുമ്മാ നോക്ക്, സെർച്ച് ചെയ്യും. ഇവിടെ തള്ളി മറിച്ചാണ് സ്വാമി വിവേകാനന്ദ ബുള്ളറ്റ് പ്രൂഫ് സീൻ. ബുള്ളറ്റ് പക്ഷെ അതെങ്ങനെയാ മൈൻഡ് വെച്ച് ബുള്ളറ്റ്? അന്ന് ക്യാമറ ഒക്കെ ഉണ്ടായിരുന്നു. ഇത് എപ്പോഴാ സ്വാമി വിവേകാനന്ദ മൂവിയോ സിനിമക്കത്താണോ? സ്വാമി വിവേകാനന്ദ തന്നെയല്ലേ ബുള്ളറ്റ് പൊട്ടിച്ചത്? ഉറപ്പാണല്ലോ അല്ലേ? ഇത് കട്ടില്ല. മറ്റേ പാമ്പ് ഉള്ള കഥ അറിയാലോ സ്വാമി വിവേകാനന്ദ? എന്ത് എനിക്ക് ഓർമ്മയില്ല. സ്വന്തം പാമ്പിന് എന്തോ കഥ. ഇത് ട്രംപ് പറയുന്നത്. ഇതല്ല. ആ സംഭവം ഉണ്ട്, സംഭവം ഞാൻ കേട്ടിട്ടുണ്ട്. പണ്ട് 5ാം ക്ലാസ്സിൽ ടീച്ചർ പറഞ്ഞ മെഡിറ്റേറ്റ് പണ്ട് ഇപ്പോഴും വിശ്വസിക്കുക കഴിച്ചില്ലേ കോക്കാച്ചി പിടിക്കും ഡെയിലി കുത്തിയിരുന്നു ക്ലാസ്സിൽ കൊണകൊണ വർത്താന ടീച്ചർ പറഞ്ഞാണ് മെഡിറ്റേറ്റ് ചെയ്ത ബുള്ളറ്റ് വണ്ടി. അതും ഇങ്ങനെ നോക്കി കോൺസെൻട്രേഷൻ വെച്ചിട്ട് നീ പിന്നെ അത് പറയാതെ ഡിഫെൻഡ് ചെയ്യാം. ടീച്ചർ തന്നെ പറ്റിച്ച ഇല്ലല്ല ആ സാധനം തെളിയിക്കണം. പുള്ളിയാണ് നല്ല സുഖം കിടന്ന് ഉറങ്ങുക. വിവേകാനന്ദ
മറ്റേ ബോയ്സ് സീരീസ് ആണല്ലോ മറ്റേ തല പൊട്ടിക്കുന്നത്. ചേട്ടാ ഞാൻ സത്യം പറയാമല്ലോ, ഞാൻ സീരീസ് എത്ര വർഷം വരെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് ചില്ല് സാധനം ഒരു ഓർമ്മയില്ല പറ്റി. എനിക്ക് ഓർമ്മയുള്ള മാത്രം അവൻ ആ പോയി മറ്റേ ആ പെണ്ണിന്റെ പാലുടിക്കുന്നത് മാത്രം എനിക്ക് ഓർമ്മ. എന്ത് എന്തല്ലേ ഏതാ ഏതാ എന്താ പറഞ്ഞ? എടാ നീ സ്വാമി വേണ്ട ബുള്ളറ്റ് പ്രൂഫ് എന്നോ കോൺസെൻട്രേഷൻ എന്നോ അടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല, അത് കിട്ടത്തില്ല. ഇവൻ മറ്റേ എല്ലാവരും ഇത് കേട്ട് രാവിലെ പരിപാടി. അങ്ങനൊരു സാധനം ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട്, ഞാൻ അതാ പറഞ്ഞത്. എടാ നമുക്ക് മറ്റേ കൊച്ചിലെ മറ്റേ പഠിക്കാനുണ്ടായിരുന്നു സ്വാമി വിവേകാനന്ദന്റെ ഓട്ടോ ബയോഗ്രഫി. അതിലൊന്നും ഞാൻ വായിച്ചിട്ടില്ല. ഓട്ടോബയോഗ്രഫി ഒക്കെ ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് ഓട്ടോബയോഗ്രഫി ഒന്നും ഇല്ലായിരുന്നു. എടാ മറ്റേ ആദ്യത്തെ സെർച്ച് ചെയ്യുമ്പോഴേ വരണ്ട അതുണ്ടെങ്കിൽ മറ്റേ ഇംഗ്ലീഷ് വീഡിയോ വരെ വീഡിയോ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. വീഡിയോ തെളിവുണ്ട് അങ്ങനെ. അത് വീഡിയോ ഉണ്ടത്. എടാ എന്തിനാ ഇനി തപ്പുന്ന വെറുതെ സമയം കളയുന്ന എന്തിനാ പറ്റി പറഞ്ഞോ നിങ്ങള് പറ, ഞാൻ അതിന്റെ ഇടയ്ക്ക് ഞങ്ങള് പറയല്ലേ ഇത് കഴിയട്ടെ. മറ്റേ ഇംഗ്ലീഷിൽ നമുക്ക് ആ പുള്ളിയുടെ ഒരു ചാപ്റ്റർ ഉണ്ടാകുന്നല്ലോ ഇംഗ്ലീഷ്. ഏതോ പഠിക്കാനെന്തോ ഏതോ ഒരു ഓട്ടോബയോഗ്രഫിയുടെ ഒരു പാട്ടുണ്ടായിരുന്നു പുള്ളിയുടെ പഠിക്കാൻ. എടാ ഒരു കാര്യം ആവശ്യം, പണ്ടത്തെ സ്കൂളിലെ ഈ ഓരോരോ ക്ലാസ്സിൽ ഇംഗ്ലീഷ് ക്ലാസ്സിലൊക്കെ ഓരോ എന്നാ ട്രിപ്പ് സ്റ്റോറീസ് ഒക്കെ ആണല്ലോ ഉണ്ടായിക്കൊണ്ടിരുന്നത് അതിന്റെ അകത്ത്. മറ്റേ ആൻ ഫ്രാങ്ക് അങ്ങനെ. ആൻ ഫ്രാങ്ക്. പക്ഷെ എനിക്ക് മലയാളത്തിന്റെ ഒരു കഥയുണ്ട് മൃതസഞ്ജീവിനി, അത് അടിപൊളി കഥയാണ്. അത് ഭയങ്കര ഈ സയൻസ് ഫിക്ഷൻ പോലത്തെ കഥയാണ്. ഒരു ഐലൻഡിൽ പെട്ടുപോയിട്ട് അവിടുത്തെ ആൾക്കാരെ നീ വായിച്ചിട്ടില്ലേ മൃതസഞ്ജീവിനി? പഠിക്കുകയല്ലായിരുന്നു 10ാം ക്ലാസ്? ഇല്ല സോറി, ഞാൻ മറ്റേ പുള്ളിക്കാരിയുടെ ആയിരുന്നു അമൃത വിദ്യാലയം. അല്ല CBSE തന്നെ അല്ലേ ആണ്? അതിനകത്ത് 10ാം ക്ലാസ്സിൽ ഏതാ? എടാ മൃതസഞ്ജീവിനി എന്ന് പറഞ്ഞൊരു ഷോർട്ട് സ്റ്റോറി, അത് മലയാളത്തിന്റെ ഒരു ടേമില് നമുക്ക് 10ാം ക്ലാസ്സിലോ 10ലാന്ന് തോന്നുന്നു, 10ലാന്ന്. അത് അടിപൊളി കഥ കേട്ടോ. ഞാൻ വിചാരിച്ചില്ല അത്ര ഹെവി സയൻസ് ഫിക്ഷൻ ഒക്കെ ഉണ്ടെന്ന്. അതെ, എന്നാ സീനിലേക്ക് ഒരു ഐലൻഡിൽ ട്രാപ്പായി അവിടുത്തെ ആൾക്കാരായിട്ട് അത് വായിച്ചിരുമ്പോ ഭയങ്കര രസം അത് വായിക്കാൻ. ലാസ്റ്റ് ഇവരാണെങ്കിൽ ഈ അവതാർ സിനിമയില്ലേ സെയിം സീൻ, അവിടെ പോയി ഇതെല്ലാം പഠിച്ചു അവരുടെ ഓരോ ഇങ്ങനെ ഹീലിംഗ് ട്രിക്സ് ഒക്കെ പഠിച്ച് ഇവനൊരു വേറെ സീനാവും. എന്നിട്ട് നാട്ടിൽ തിരിച്ചെത്തും ഇങ്ങനെ കപ്പലിലൊക്കെ കയറി. എന്നിട്ട് ലാസ്റ്റ് ഇവന്റെ വീട്ടിലത്തെ ആരോ ഇങ്ങനെ മരിക്കാൻ കിടക്കും, വന്ന് സേവ് ചെയ്യാന്ന് ഇവന്റെ ആ ഒരു പവർ വെച്ച് മരിച്ച ഒരാളെ എന്തോ തിരിച്ചെടുക്കുവോ അങ്ങനെ എന്തോ ഇവൻ സേവ് ചെയ്യും. ഇവൻ അങ്ങനത്തെ പവറൊക്കെ കിട്ടും. അത് ഭയങ്കര രസം, ഭയങ്കര വായിച്ച് അവസാനം ഞാൻ മലയാളത്തിൽ ആകെ വായിച്ചിട്ടുള്ള ഒരു ബുക്ക് ഞാൻ അധികം വായിച്ചിട്ടില്ല. പക്ഷെ ഇത് അടിപൊളി ഒരു സാധനം മൃതസഞ്ജീവി. അത് നമ്മുടെ സ്കൂൾ കരിക്കുലത്തിലുള്ള ഭയങ്കര രസമായിരുന്നു, നൈസ് സാധനമായിരുന്നു. അത് പറ്റണ വായിച്ചു നോക്കണം, അടിപൊളി സാധനം. മലയാളം അങ്ങനെ ഇതുവരെ ഞാൻ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. സ്കൂളിലുള്ളതാണ്, കാരണം ഇത് ഫുള്ള് വായിച്ച് ഇത് പഠിക്കണം, എന്നാലേ ഒരു ക്വസ്റ്റ്യൻസ് പരീക്ഷയ്ക്ക് ചോദിക്കും. നല്ല രസമായിരുന്നു. ലോകത്തെ ക്വസ്റ്റ്യൻ ഒക്കെ എന്തുമാത്രം ഉണ്ട് പണ്ട് എന്തുമാത്രം എഴുതണമായിരുന്നു. ചില നമുക്ക് അറിയാം എന്നാലും വയ്യ എഴുതാൻ. മറ്റേ സോഷ്യൽ സയൻസ് എക്സാം ഒക്കെ ഓർമ്മയില്ല, വെച്ചാ തള്ളണം അതിനകത്തിരുന്ന്. ഏതാ പണ്ടത്തെ പരീക്ഷ, സ്കൂളത്തെ പരീക്ഷ. അതിനൊരു ഇത് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യമേ എഴുതുന്ന സെന്റൻസ് ക്വസ്റ്റ്യൻ തന്നെ ആയിരിക്കും. ഞാൻ കേട്ടുണ്ട് ഈ ചെന്നൈയിലുള്ള സ്കൂളിലൊക്കെ മറ്റേ സ്കെയില് വെച്ചാവും ആൻസർ ഷീറ്റിന്റെ കനം അനുസരിച്ച് തൂക്കിയൊക്കെ നോക്കിയിട്ടാ മാർക്ക് ഇടുന്നത്. തുടക്കം എന്തേലും എഴുതും, നിനക്ക് പാട്ട് എഴുതും, അവസാനം എന്തേലും എഴുതും. അത് കോളേജിലും അങ്ങനെ അതെന്നാ തോന്നുന്നത്. മറ്റേ യൂണിവേഴ്സിറ്റി, അത് മറ്റേ ചില യൂണിവേഴ്സിറ്റിയിലൊക്കെ സീനാണ്. ഡിമാർക്കൊക്കെ ചെയ്യും. അപ്പൊ ഞാൻ ഏതൊക്കെയോ പരീക്ഷയ്ക്ക് പാട്ടൊന്നും അല്ല, ചുമ്മാ എന്തൊക്കെയോ എഴുതി എല്ലാത്തിനും ഏകദേശം ഓരോ ആൻസർ ഒക്കെ എഴുതി കൊടുത്തിട്ടുണ്ട്. ഞാൻ തോക്കൊന്ന് വിചാരിച്ച പരീക്ഷയൊക്കെ പാസ്സായിട്ടുണ്ട്. ഇനി കമ്പ്യൂട്ടറിന് പറ്റിയ പോയതൊക്കെ സോറി, ലാസ്റ്റ് ബാച്ച് ഓഫ് കേരള യൂണിവേഴ്സിറ്റി. ലാസ്റ്റ് ടീച്ചർ പറയും മക്കളെ നിങ്ങൾ എന്തെങ്കിലും അറ്റ്ലീസ്റ്റ് പേപ്പറിൽ എന്തെങ്കിലും കാണുന്ന മാർക്ക് കോപ്പി അടിച്ച് എഴുതാം. ഫ്രണ്ടിൽ ഇരിക്കുന്നവരെ നമ്മളെക്കാളും വലിയ പൊട്ടറായിരുന്നു. ആർക്കും ഒന്നും അറിയത്തില്ല. നോക്കി എഴുതാൻ പറഞ്ഞാൽ പോലും ഒരുത്തന്നെ നോക്കി എഴുതാൻ പറ്റില്ല, കാരണം ആർക്കും
എൻ്റെ ഫ്രണ്ട് ഇരിക്കുന്നത് ഇച്ചിരി പൂജയാണ്. പക്ഷെ ഞങ്ങൾ കോളേജിൽ സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ആയിരിക്കും മെക്കാനിക്കൽ ഇതാണെങ്കിൽ 4 ചുറ്റും വേറെ ബ്രാഞ്ച് ആയിരിക്കും. ഞങ്ങളുടെ ജൂനിയേഴ്സിന്റെ ഞങ്ങൾക്ക് ജൂനിയേഴ്സ് ഒന്നും ഇല്ലായിരുന്നു തോന്നുന്നു. പക്ഷെ ഇതെല്ലാം സീന് നമ്മുടെ സെയിം ആൾക്കാർ തന്നെ, പക്ഷെ ബ്രാഞ്ച് വ്യത്യാസമാണ്. കാരണം ജൂനിയേഴ്സിനും എക്സാം അന്നേരം തന്നെ ആണോ? സെയിം ഇതിലായിരിക്കത്തില്ലല്ലോ വരുന്നത്. ഞങ്ങളുടെ ഒന്നെങ്കിൽ വേറെ ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും, അല്ല ഏതെങ്കിലും വേറെ ഡിപ്പാർട്ട്മെന്റിലെ ജൂനിയേഴ്സ് ആയിരിക്കും. അങ്ങനെ തൊട്ടപ്പുറത്ത് അല്ലടാ, എല്ലാവർക്കും ഒരേ സമയത്തായിരുന്നു ആണോ എക്സാം? അല്ലല്ലോ, പലർക്കും പല ടൈമിലല്ലേ എക്സാമിന്. അപ്പൊ സെയിം ഇയറുകാര്. എന്റെ കോളേജില് എന്താ വെച്ചാൽ എല്ലാവർക്കും മിക്കവർക്കും പല പല സബ്ജക്ട്സ് ആയിരിക്കും. അങ്ങനത്തെ മീൻസ് പല ടൈമിലല്ലേ എക്സാം വരുന്നത്. അല്ല, ഞാൻ സമയം സെയിം ആണെങ്കിലും എന്റെ അടുത്തിരിക്കും. അത് അങ്ങനെ പല ബ്രാഞ്ചിൽ പല എക്സാം പല ഒരേ ഇതായിരിക്കത്തില്ല, സബ്ജക്ട് ആയിരിക്കത്തില്ലല്ലോ. അതല്ല കാരണം പറഞ്ഞ ഇപ്പൊ എന്റെ ഒപ്പം ഉണ്ടായിരുന്ന ഫസ്റ്റ് ഇയറിലെ പിള്ളേരല്ല. ഇപ്പൊ ഞാൻ സെക്കൻഡ് ഇയർ, അപ്പൊ എനിക്ക് ചൂസ് ചെയ്യാം എനിക്ക് ഏതൊക്കെ സബ്ജക്ട് ഈ സെമ്മില് എടുക്കണമെന്ന്. അപ്പൊ ഞാനും എന്റെ വേറൊരു എന്റെ ഫസ്റ്റ് ഇയർ ക്ലാസ് കുട്ടി ആ സെയിം സബ്ജക്ട്സ് ആയിരിക്കില്ല എടുത്തേക്കുന്നത്. നമുക്ക് എങ്ങനെയാന്ന് വെച്ചാൽ നമുക്ക് ആ സബ്ജക്ട് ആ ഫാക്കൽറ്റി ആ ടൈം സ്ലോട്ട് നമുക്ക് അങ്ങനെ ചൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ അതാകുമ്പോഴത്തേക്കും നമ്മളെല്ലാവരും ഭയങ്കര സ്കാറ്റേർഡ് ആണ്. പക്ഷെ മാക്സിമം നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും ഒരു 3-4 പേര് നമ്മൾ ഒരുമിച്ച് ചെയ്യുന്നത്. അതാകുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഇതുപോലെ എലക്ടീവ്സ് ഉണ്ടായിരുന്നു. പക്ഷെ ഒരു 5 എലക്ടീവ് ഉണ്ടെങ്കിൽ പിള്ളേരുടെ എണ്ണം അനുസരിച്ച് ഇപ്പൊ 1-2 പേരുണ്ടെങ്കിൽ അത് എടുക്കത്തില്ല. ശരിക്കും പറയുമ്പോൾ 5 എലക്ടീവ് ഉണ്ട്. പക്ഷെ മെക്കാനിക്കലാണ് പകുതി പിള്ളേർ ഓട്ടോമൊബൈൽ എടുക്കും, പിന്നെ മറ്റേ എലക്ടീവ് വേറെ എന്തെങ്കിലും എടുക്കും. വേറെ കുറെ ഉണ്ട്, ന്യൂക്ലിയർ എഞ്ചിനീയർ, അങ്ങനെ കുറെ സാധനം. പക്ഷെ അതൊന്നും എടുത്തു കഴിഞ്ഞാലും നമ്മൾ ഒറ്റയ്ക്കൊന്നും പഠിപ്പിക്കത്തൊന്നുമില്ല. എലക്ടീവ് ഉണ്ടെന്ന് 5 എലക്ടീവ് ഉണ്ടെന്ന് പറഞ്ഞാൽ ശരിക്കും പറയാം ആകെ 2 ഓപ്ഷൻ റിയലിസ്റ്റിക്കലി നീ ഇത് ഇതുവരെ വിട്ടില്ലേ? സമയകാലം കണ്ണുവെച്ച് പൊട്ടിച്ചിട്ടില്ല. ഇത് നോക്കേണ്ട കാര്യമൊന്നുമില്ല. പോയി അത് പറ്റിപ്പോയി, സാരമില്ല, മനുഷ്യനല്ലേ, തെറ്റ് പറ്റും. അതല്ല പക്ഷെ ഇങ്ങനത്തെ ഒരു തെറ്റ് അല്ലടാ, ഞാനിത് ഇങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്. അല്ല, എനിക്ക് അതിന്റെ ഇത് അറിയത്തില്ല. ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനെ പറയുന്നത്, അല്ലാതെ ആരൊക്കെയോ പറയുന്നത് കേട്ടിട്ടുണ്ട്. ആൾക്കാർ പറയുന്നത് കേട്ടില്ല, ഒന്നും വിശ്വസിക്കാൻ പാടില്ല. എന്താ പറഞ്ഞോണ്ടിരുന്നേ? ബാക്കി പറ. വേറെ എന്നാ പിന്നെ ഇവിടെ ഒരു ഇപ്പൊ നമ്മൾ ഈ രാജ്യത്ത് അല്ലാതെ വേറെ രാജ്യത്ത് ജനിക്കായിരുന്നു. അവനെ തുടങ്ങി അവന്റെ ഈ രാജ്യത്തിലല്ലാതെ വേറെ രാജ്യത്തിന് ജനിച്ചപ്പോ ഏത് രാജ്യത്ത് ജനിക്കാൻ ഒരു ആഗ്രഹം എനിക്ക് ഈ രാജ്യത്ത് തന്നെ ജനിക്കണം. അതൊക്കെ അറിയാം. എന്താ അവരുടെ എന്നാ ജനറ്റിക്സ് എന്നാ സീനാവുമാര്. അവര് ഒരു വർഷം ഒന്ന് സെറ്റായ ജിമ്മിലൊക്കെ പോകണ്ടല്ലോ. അവർക്ക് നാച്ചുറലി തന്നെ ഒരു വെൽ ബിൽഡ് ബോഡി ഓടി നടന്ന്. അല്ല, ഇത് ഒറിജിനൽ ആഫ്രിക്കയിലാണല്ലോ എന്നാണല്ലോ. അപ്പൊ അവർക്ക് നമ്മളെക്കാളിലൊക്കെ ഭയങ്കര ഓട്ടവും ചാട്ടവും ഒക്കെ ഭയങ്കര കൂടുതലാണ്. നമ്മുടെ ജീൻ തന്നെ ഇങ്ങനെ ആയത് കാരണം നമുക്ക് ഇന്ത്യൻസിന് ഹൈറ്റ് കുറവല്ലേ, കാരണം നമുക്ക് ന്യൂട്രിയൻസ് കിട്ടുന്നില്ല, കാരണം ദാരിദ്ര്യമായിരുന്നു അത്. ഒരു കാലത്ത് ഇന്ത്യ ഭയങ്കര റിച്ച് കൺട്രി ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ മുഗൾസും അതൊക്കെ ഇങ്ങനെ ചുമ്മാ കുഴിച്ചു വെക്കത്തേ ഉള്ളു, അല്ല പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. അത് ഉപയോഗിക്കത്തില്ല, ഇതിങ്ങനെ ചുമ്മാ കുഴിച്ചു വെക്കും, അതെ, പ്രാർത്ഥിക്കും, അത്രേ ഉള്ളു, അല്ല വേറെ കാര്യമൊന്നുമില്ല. പിന്നെ ഞാൻ ഒരു ഇതില് കണ്ടത്, അതായത് പണ്ടത്തെ ഈ ബ്ലാക്ക് പീപ്പിളിൽ എന്താ പറയുക, ഭയങ്കരമായിട്ട് ഇങ്ങനെ മസ്കുലിൻ ഫിറ്റ്, അവര് വർഷങ്ങളായിട്ട് അവരെ ഭയങ്കരമായിട്ട് എൻസ്ലേവ് ചെയ്ത് പണിയെടുപ്പിക്കാന്ന്. അപ്പൊ അവിടെ ജനറ്റിക്സ് ഭയങ്കര സ്ട്രോങ്, ഭയങ്കര ഇവർക്ക് എന്ത് ഇമ്മ്യൂണിറ്റി ആണെന്നറിയാം അവർക്ക്. ഞാൻ മറ്റേ ആഫ്രിക്കൻ അമേരിക്കൻസ് പറ്റല്ല പറയുന്നത്, അവരെ കൊണ്ട് ഒരു ഗുണമൊന്നും ഞാൻ കണ്ടില്ല. പക്ഷെ മറ്റേ ഈ ആക്ച്വലി ആഫ്രിക്കൻസ് വീഡിയോ കണ്ടോ, ചാടുന്ന കെനിയയിലുള്ള എന്തോ ഹൈറ്റിലാ ചാടുന്നത്, ഭയങ്കര അത്ലറ്റിക് ബിൽഡും. നമ്മുടെ NBA ബാസ്കറ്റ്ബോളിലാണ് ട്രെയിൻ പരിപാടി തന്നെ, ഹൈറ്റിൽ ചാടുന്നതാണ് മെയിൻ പരിപാടി. അവന്മാര് ജീവിതകാലം ഫുള്ള് ട്രെയിൻ ചെയ്തിട്ട് ഒരു അത്രയൊന്നും അവന്മാർക്ക് എത്താൻ പറ്റുന്നില്ല. അവന്മാര് ചുമ്മാ മറ്റേ സ്പ്രിങ് ഇട്ട് ചാടുന്നു, എന്തോ ഹൈറ്റിലാ ചാടുന്നത്, ഭയങ്കര ബിൽഡും.
ഒന്ന് സെറ്റായി വരണമെങ്കിൽ നമ്മുടെ ഒരു 4-5 ജനറേഷനിൽ ഇതുപോലെ നല്ലപോലെ ചെയ്ത് ഏത് പോയാല് ഒരുത്തരയിലും രക്ഷപ്പെടും. നിങ്ങളവിടെ ഈ മറ്റേ ബ്ലാക്ക് മാൻ സീനൊക്കെ ഓർമ്മയുണ്ടായിരുന്നു? മറ്റേ കൊല്ലാൻ വരുന്നത് നൈറ്റില് നിനക്കറിയത്തില്ല? ആ ഇടയ്ക്ക് അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു, ബ്ലാക്ക് മാൻ എന്നും പറഞ്ഞിട്ട്. മറ്റേ കൊറോണ അല്ല അതല്ലടാ, വേറെ സാധനമാണ് മറ്റേ പോത്തുംകാലം എന്ന് പറഞ്ഞിട്ടുള്ള അറിയാം. അത് കഴിക്കുന്നില്ലേ? പോത്തിന്റെ കാല് കഴിക്കുന്നതല്ല, ഇവന്റെ കാല് മറ്റേ പോത്തിന്റെ കാല് പോലെ വെച്ച് കെട്ടി നമ്മളെ ഈ ബ്ലാക്ക് മാൻ എന്ന് പറഞ്ഞൊരു സീനുണ്ട്. നമ്മളവിടെ ഒക്കെ രാത്രി ആൾക്കാരൊക്കെ ഇറങ്ങി ഓടുകയും പിടിക്കുക. ഞാനൊക്കെ പോയിട്ടുണ്ട് പിടിക്കാനൊക്കെ, നൈറ്റ് സർവൈലൻസ്. രാവിലെ വൈകിട്ട് ഇറങ്ങുക ചുമ്മാ കൈ കിട്ടി എല്ലാരും പിള്ളേരെല്ലാരും അത് നൈസായിരുന്നു ആ സമയമൊക്കെ. എല്ലാരും മറ്റേ ഈ പോത്തുംകാല് നല്ല ട്രിപ്പ് തന്ന സാധനം, പേടിച്ചിട്ടുള്ള മറ്റേ കരോളിലും ഉണ്ട് പോവാലോ. അപ്പം കരോളിലെ രാത്രിയിലല്ലേ പോയത്, തിരിച്ചു വരുമ്പോ മറ്റേ ഞാൻ സൈക്കിൾ എടുത്തോണ്ട് കുറച്ച് ദൂരെയാ പോയത്. കരോളില് പോയി നമ്മൾ ഇമ്മാര് ഇങ്ങനെ പറഞ്ഞോണ്ട് പോത്തുംകാല് ഇതാ ഞാനന്ന് ആദ്യമായിട്ട് ഇത് കേൾക്കുന്നത്. ഇങ്ങനൊരു സാധനം ഉണ്ട്, അതൊരു ജീവിയാ, മറ്റേ തല മനുഷ്യന്റെ താഴോട്ട് പോത്തു അതൊക്കെ നമ്മളെ വന്ന് വിളിച്ചിട്ട് ഇങ്ങനെ കാല് കാണിക്കാം, നമ്മളെ വന്നിട്ട് കൊല്ലൂന്നൊക്കെ. ഞാനിതൊക്കെ മനസ്സിൽ ആലോചിച്ചൊരു സൈക്കിള് കൊണ്ടാ. അപ്പൊ എനിക്ക് പേടിയാവാൻ തുടങ്ങുന്നുണ്ട്. രാത്രി പൊക്കോണ്ടിരിക്കും, ഞാൻ ഒരു സ്പീഡ് ചവിട്ടി എണ്ണീറ്റ് നീട്ടു, നേരെ ചെയിൻ അങ്ങ് തെറ്റി. ഞാൻ ദൈവമേ കൃത്യ സമയത്ത് ചെയിനും തെറ്റി, എന്റെ ജീവൻ പോയി പുല്ല്. എന്നിട്ട് വണ്ടി വന്നത് ഞാൻ മറ്റേ ചെയിനൊന്നും ഇടാന്നില്ല, സൈക്കിള് പൊക്കി എടുത്തോണ്ട് കാരണം എനിക്ക് പേടിയായിട്ട് മേലെ പേടിയായോണ്ടോ മറ്റേ സ്പീഡ് ചവിട്ട് എങ്ങനെ എത്തണം. വീടിന്റെ ഒരു 2 മിനിറ്റ് മുമ്പായി ചെയിൻ തെറ്റത്. അയ്യോ നേരെ ഒറ്റക്കില്ലേ അവിടെ എടുത്തോണ്ട് ഓടി. ആ പണ്ടൊക്കെ രാത്രി ചുമ്മാ പുറത്തൊക്കെ ഇറങ്ങാൻ വിഷയ ടാസ്ക് ആയിരുന്നു. ഓടുമായിരുന്നു. ഈ എന്റെ മോനെ സീനായിരുന്നു. രാത്രിയൊക്കെ റോഡിൽ നിന്നൊക്കെ വീട്ടിലോട്ട് കയറുന്നത് ലൈറ്റ് നടന്ന് വരണടാ, താഴോട്ട് ഇങ്ങനെ ഇറങ്ങണം. അവിടെ വെട്ടമൊന്നുമില്ല, മറ്റേ അവിടെ മേളില് വരാൻ മറ്റേ സ്ട്രീറ്റ് ലൈറ്റും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് വെട്ടമുണ്ട്. അവിടെ വന്നിട്ട് പിന്നെ വീടിന്റെ മുറ്റം വരെ ഒറ്റ ഓട്ടമാ, സെക്കൻഡ്സിലായിട്ട് എത്തുന്നത്. അത്ര ദൂരമൊക്കെ ഒരു 10-50 മീറ്റർ ഉണ്ട്. പട്ടയെന്ന് പറഞ്ഞാ ഓടിയെത്തുന്നത്. നമ്മളെ കൊണ്ട് പറ്റും ഓടാൻ. ഇപ്പൊ പിന്നെ അങ്ങനെ രാത്രി ഒറ്റയ്ക്ക് ഒന്ന് ഇറങ്ങി ഞാൻ അഡ്രിനലിൻ കേറി ഇപ്പം ബാക്കിയുള്ളവർക്കാ പേടി. നമ്മളെ രാത്രി എവിടെയൊക്കെ ഒറ്റയ്ക്ക് പോയി ചില സമയത്ത് നമുക്ക് ഈ ആൾക്കാരെ റോങ്ങാ അങ്ങനെ ഒരു സാധനം വരുന്നില്ല. അവൻ ചുമ്മാ അതുവഴി നടന്നു പോകുന്നതായിരിക്കും, പക്ഷെ ഇയാളെത്തിയ റോങ് ആണ്. എന്തോ അപ്പത്തേക്കും നമ്മള് മറ്റേ നടത്തത്തിന്റെ ഒച്ചയൊക്കെ കേൾക്കും പുറകെ. അതിനെന്തോ ഒരു വ്യത്യാസം ഉണ്ടല്ലോ. ഇവ നമ്മളെ പുറകെ വരും ആളോ, ഭയങ്കര സംശയവും പേടി വിഷയമാണ്. ഇവൻ നമ്മുടെ പുറകെ ആണോ ഇങ്ങനെ കഴിഞ്ഞു. പിന്നെ മറ്റേ മുകളിലത്തെ ഫ്ലോറിന്റെ താഴെ ഭക്ഷണം കഴിക്കാൻ പോകുന്നതിന് മുമ്പ് ഞാൻ ഏറ്റവും ലാസ്റ്റ് പോകുന്നത് പെട്ടെന്ന് ലൈറ്റും, അതായത് ഇവിടെയാണ് ഡോറെങ്കിൽ ഡോർ ഇവിടെ സ്വിച്ച്, ഞാൻ എന്റെ ശരീരം സ്റ്റെയർകേസിലാണ് ആയിരിക്കും, ഇങ്ങനെ പോയി സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ഒരു ഒറ്റ ഓട്ടം ലൈറ്റ് പോയ വിഷയം. ഇപ്പൊ പക്ഷെ ഇരുട്ടാണ് ഇഷ്ടം. ഞാനിടയ്ക്ക് മറ്റേ ഇറങ്ങും ഇങ്ങനെ പറയും, ഇവിടെ ആരുമില്ലെന്ന് എനിക്കറിയാം, എന്നെ നോക്കണ്ട്. അയ്യോ നൈസായിരുന്നു. അളിയ പണ്ട് കൊറേ സ്വന്തമായിട്ട് സംസാരിക്കുക, നിങ്ങൾ അങ്ങനെ ചെയ്യുമായിരുന്നു. പണ്ട് മെയിൻ എന്നെ കൊറേ, എനിക്ക് എന്റെ വാൾ ഫൈറ്റ് ആയിരുന്നു എന്റെ മെയിൻ പരിപാടി. നേരെ ഒരു കമ്പെടുക്കും ഇങ്ങനെ എന്നിട്ട് പിന്നെ എന്റെ മനസ്സിൽ അതൊരു നല്ല മറ്റേ സോഡ, പിന്നെ ഫുള്ള് അതിന്റെ ഹിസ്റ്റോറിക്കൽ സീൻ യുദ്ധമാണ്. മനസ്സിൽ ഞാനിങ്ങനെ ഓരോന്ന് ആലോചിച്ച് ഇങ്ങനെ കാണിച്ചു. മറ്റേ മറ്റേ സിനിമാറ്റിക് സീനാണ്. കൈ മറ്റോ വാടുന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ രണ്ടു വാള ഇങ്ങനെ. ഞാൻ ഫുള്ള് സൈക്കിൾ സീനായിരുന്നു കേട്ടോ. കുഞ്ഞുനാളില് ഫുള്ള് സൈക്കിൾ ഓടിക്കുക. ഒത്തിരി സ്ഥലമുണ്ടല്ലോ വീടിന്റെ അവിടെ കുറെ സ്ഥലമുണ്ട്. അപ്പൊ ചവിട്ടുക, ഓടിക്കുക, മറ്റേ വീലി സ്റ്റോപ്പ് ചെയ്യുക, ആ സീനൊക്കെ ആയിരുന്നു കുഞ്ഞുനാളിൽ തൊട്ടേ.
സ്റ്റോപ്പ് അടിക്കും ഇവിടെ കേട്ടോ വന്നൊരു ഇടി അത് പിന്നെ കുഴപ്പമില്ല, തലകുത്തി വീഴുന്നുണ്ട് എന്റെ മോനെ. അയ്യോ ഇതിങ്ങനെ സ്റ്റോപ്പ് അടിക്കുമ്പോഴത്തേക്ക് ഇതങ്ങ് പൊങ്ങുമല്ലോ, നമുക്കൊരു കൺട്രോൾ വിട്ട് കഴിയുമ്പോഴത്തേക്ക് ഈ സാധനം ഒരു പോക്കോട്ടെ അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. സ്റ്റോപ്പ് അടിക്കുന്നതിന് സീന നടുക്കത്തെ അതിലോട്ട് വന്നൊരു ഇരുത്തുണ്ട്. അയ്യോ മറ്റേ നമ്മുടെ കിള്ളി പോകും. അതുപോലെ തന്നെ വീല് അടിക്കുമ്പോ മറ്റേ പുറമൊക്കെ അടിച്ചാ വീഴുന്നു. ഇങ്ങനെ പൊക്കുമ്പോ കുറച്ച് പൊങ്ങും, പക്ഷെ ചവിട്ടത്തൊന്നുമില്ല, അതറിയത്തില്ലല്ലോ. കുറച്ച് പൊങ്ങി കഴിഞ്ഞപ്പോ ഒരു ഒറ്റ പോക്കാ പുറകിലോട്ട്. പക്ഷെ കൊച്ചിയില് എത്ര വീണാലൊന്നും പക്ഷെ വീണ് കഴിഞ്ഞാൽ ഇപ്പൊ ചുമ്മാ അറിയാതൊക്കെ വീണാലോ എന്തേലും ഒന്ന് എടുത്തിട്ട് കൈയൊക്കെ ഒന്ന് വെച്ച് കഴിയുമ്പോഴത്തേക്ക് കൊച്ചിലെ മറ്റേ റബ്ബർ പന്ത് പോലെ എങ്ങോട്ട് ഓടി. ഞാൻ മറ്റേ ഇല്ല അവിടെ ഈ മണ്ണൊക്കെ ഇങ്ങനെ കൂട്ടിയിട്ടേക്കും പണിയുടെ എന്തെങ്കിലുമൊക്കെ മണല് അതിലെ മണ്ണൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് ചെയ്ത് വെക്കും. അപ്പം സൈക്കിൾ ഇതിൽ ഞങ്ങൾ ഇങ്ങോട്ട് വീട്ടിലോട്ട് ഇറങ്ങുന്നവർ ഇറക്കമാണ്. ചിലപ്പോൾ ഈ സൈഡിലായിരിക്കും ഇങ്ങനെ വെച്ചത്. അത് ഞാനില്ല മറ്റേ ഇത് തൂമ്പയൊക്കെ കൊണ്ട് വെച്ച് എല്ലാം സെറ്റൊക്കെ ആക്കി ഇങ്ങനെ ആക്കിയിട്ട് സ്പീഡിൽ ഒന്ന് പറപ്പിക്കും. ഒറ്റയ്ക്കാ അന്നേരം ഒന്നും ആരും കൂട്ടൊന്നും വേണ്ട, ചുമ്മാ ഒറ്റയ്ക്ക് പോവാ, സൈക്കിൾ എടുത്തോണ്ട് പോവാ. ബൈക്കൊക്കെ പറപ്പിച്ചിട്ടുണ്ട്. അതെല്ലാം പൊളിയല്ല സമയത്തൊക്കെ ചെയ്യുന്നത്. പിന്നെ ഈ മറ്റേ റോഡ് ടാറുന്നതിന് മുമ്പ് അവിടെ സൈഡിൽ ഇവര് ആ കല്ല് അവരിങ്ങനെ വെച്ചേക്കത്തില്ലേ? കല്ലോ റോഡായ സമയത്ത് അവര് കല്ല് ചെറിയ ചെറിയ കല്ല് സോറി ചെറിയ ചെറിയ കല്ല് പാറയാണോ ചെറുതാണോ വലുതാണോ? മെറ്റല് അതിനെ മെറ്റൽന്നോ മിറ്റൽന്നോ അങ്ങനെ സൈക്കിൾ പോകുമ്പോഴത്തേക്ക് അതിനെ ഇങ്ങനെ വെച്ചേക്കുന്ന ഭാഗത്തേക്ക് സൈക്കിൾ ഇങ്ങനെ കൊണ്ടുപോകുന്നത്. പക്ഷെ അത് കേറാൻ പറ്റത്തില്ല, അവിടെ പോയി ഇടിച്ചു മുട്ടി വീഴത്തേ ഉള്ളൂ. സ്പീഡിൽ പോകുമ്പോഴത്തേക്ക് നമ്മള് അതാവുമ്പോഴത്തേക്ക് പിടിക്കും. അയ്യോ വാട്ട് എ ബ്യൂട്ടിഫുൾ ടൈം. എന്റെ വീടിന്റെ തൊട്ടപ്പുറത്ത് ഒരു അപ്പൂപ്പ ഉണ്ടായിരുന്നു. അപ്പൂപ്പന്റെ കുഞ്ഞിലെ എന്താ അപ്പൂപ്പനെ എന്നെ കാണുന്നതേ കലിയായിരുന്നു. പുള്ളി എന്നെ കാണുന്നതേ ഇഷ്ടമല്ല. ഇപ്പൊ പുള്ളിക്ക് ലൈക്ക് വയ്യ ആ സീനാണ്. പക്ഷെ പുള്ളിക്ക് എന്നെ കാണുന്നവരെ പുള്ളിയുടെ വീട്ടിനകത്ത് നമ്മൾ ക്രിക്കറ്റ് കളിക്കില്ല, മറ്റേ നമ്മുടെ മുന്നിൽ ചില ബോൾ അങ്ങോട്ട് പോകും. ആ ബോൾ തിരിച്ചെടുക്കാൻ പുള്ളി ചിലൊരു ടെററാവും. ഈ അപ്പച്ചനമ്മൂമാരെ ഏറ്റവും ടെറർ പേടിയോ. പിന്നെ ഞാൻ പോയി അപ്പൂപ്പ ബോൾ പുള്ളിന്റെ കൈ വരെ പോയി പിടിച്ച് എന്റെ പൊന്നെ. അതുപോലെ വലിയ ഒരു കൊടവേറൊക്കെ വെച്ചിട്ട് ഇങ്ങനെ നോക്കുന്നു, കണ്ണാടിയും വെച്ചിട്ട് ബോൾ നീ എന്തോടാ അവന്റെ അപ്പൂപ്പനെ വിളിച്ചത്. അപ്പൂപ്പത്തേക്ക് വരത്തില്ല. പിന്നെ അപ്പൂപ്പന്മാരും അപ്പൂപ്പന്മാരും തമ്മിൽ ഫൈറ്റ് സീൻ അവിടെ. വേറൊരു ഹിസ്റ്ററി ഉണ്ട്. അപ്പൂപ്പന് ആ പുള്ളിയായിട്ടും പണ്ടേ ഉടക്കാം. പക്ഷെ എല്ലായിടത്തും ഈ ബോൾ അടിച്ചിടുമ്പോ മറ്റേ വീട്ടുകാര് കലിപ്പ് സീനാ. പിന്നെ മറ്റേ മരത്തേലൊക്കെ കേറുമ്പോ കലിപ്പ. വേറെ വീട്ടിലെ മരത്തിൽ പോയി നമ്മൾ മറ്റേ മൽബറി ഇതൊക്കെ പറിക്കാം. ഞാൻ ഈ പ്രാവശ്യം അത് കുറച്ച് പിള്ളേർ നമ്മുടെ വീട്ടിലെ മരത്തേക്ക് അപ്പൊ ഞാൻ പറഞ്ഞു താഴെ എങ്ങാനും വീഴും അകത്ത് കയറിയല്ലോ ചുമ്മാ. പക്ഷെ ആ കട്ട് പറിക്കാത്തൊരു സുഖമാണ്. ഓടിക്കോ. പക്ഷെ ഈ അപ്പൂപ്പനമ്മൂമാര് സീനാട്ടോ. മറ്റേ ഈ ബോൾ അടിച്ച ചിലവര് ടെററാ, ഭയങ്കര സീനാ. അയ്യോ പുള്ളി അപ്പൂപ്പനുള്ള ദേഷ്യമല്ല എന്റെ മുകളിൽ ഇറങ്ങിക്കൊണ്ടിരുന്നത്, മനസ്സിലായോ? എനിക്ക് അങ്ങനെ ഒരു സീനില്ലായിരുന്നു, കാരണം വീടിന് ചുറ്റും അധികം ആൾക്കാരൊന്നുമില്ല, ഞങ്ങൾ ആരും ഇല്ല. ഞാൻ എന്റെ വീട്ടിൽ ക്രിക്കറ്റ് കളിക്കായിരുന്നു. നേരെ ചില്ലടിച്ച് പൊട്ടി. അത് ഞാൻ തന്നെ ആയിരിക്കും അടിച്ചു പൊട്ടിക്കുന്നത്. വീടിന്റെ ചില്ല അങ്ങനെ ഇതിനടിച്ച് പൊട്ടിക്കും. പണ്ട് കുറെ ക്രിക്കറ്റ് കളിക്കായിരുന്നു. ക്രിക്കറ്റ് ഫുട്ബോളും ഒക്കെ കളിക്കുമായിരുന്നു. കൂടുതലും ക്രിക്കറ്റ് കളിച്ചോണ്ടത് നാട്ടിൽ എല്ലാരും ക്രിക്കറ്റ് ഓളികളാണല്ലോ. എല്ലാവർക്കും ക്രിക്കറ്റ് കളിക്കണം. ഇപ്പൊ മാഡം വയ്യ. ഇപ്പൊ എല്ലാം ടർഫിലായി. പക്ഷെ പ്രശ്നം ഒരു കുറെ പേര് വേണം അല്ലെ കളിക്കാൻ. മറ്റേ രണ്ടുപേരുണ്ടെങ്കിലും കളിക്കാം വീട്ടില്. ക്രിക്കറ്റ് അതെ എറിയാനും രണ്ടുപേര് മതി. സ്റ്റമ്പ് മണലൊക്കെ വെച്ച്. എനിക്ക് ഇപ്പോഴും ക്രിക്കറ്റ് കളിക്കാൻ അറിയാം, ബാറ്റ് ചെയ്യാൻ അറിയത്തില്ല കേട്ടോ. എനിക്ക്
അതും അറിയത്തില്ല സീന. ഓ എന്റെ മെയിൻ ഇതെന്ന് പറഞ്ഞ ഫീൽഡിങ്. ഫുട്ബോൾ കളിക്കുമ്പോ ഗോളിയല്ലേ? അല്ല ഗോളി നിൽക്കുമായിരുന്നു. മറ്റേ ഞാൻ ഗോളി നിൽക്കായിരുന്നു, ഡിഫൻഡർ. ഞാൻ ഡിഫൻഡർ. ചുമ്മാ അടിക്കാറില്ല. അന്ന് സൈസ് ഉണ്ടല്ലോ, തട്ടി വെക്കണം. അത് തന്നെ സീൻ. അത് തന്നെ മറ്റേ അവിടുന്ന് എതിരെന്ന് വരുന്ന പിള്ളേർ, നമ്മളെക്കാളുള്ള സൈസ് പറഞ്ഞ പിള്ളേർക്ക് നമ്മളെ ആന്നും പറഞ്ഞ് ഓടി ചെല്ലുമ്പോ പേടിച്ചു പോകും, പോയി തട്ടിയാക്കിടും. ഇടിച്ചാക്കിടും, അത്രേ ഉള്ളു, വേറെ സീനൊന്നുമില്ല. എന്നിട്ട് അവന്മാര് കളിപ്പാക്കും, എന്തോ കളിപ്പാക്കാനില്ല. ശക്തിയില്ലെങ്കിൽ ചുമ്മാ LKG പഠിക്കുന്ന പിള്ളേരെ അതൊക്കെയാണ് ഒരു ഫണ്ട്. ക്രിക്കറ്റ് കളിക്കുമ്പോ ഫീൽഡിങ്ങിൽ കയറി ബോൾ ക്യാച്ച് പിടിക്കുന്നത് വേറൊരു ബോള് ക്യാച്ച് പോകുന്ന വേറൊരു ഓർമ്മ. അയ്യോ അതെങ്ങാനും ടെൻഷനായോ ഇത് ഇങ്ങോട്ട് തന്നെ. അതും എനിക്കന്ന് അറിയത്തില്ല ഇങ്ങനെ പിടിച്ചാ പിടിക്കണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. നമ്മള് ഇങ്ങനെ വെച്ചും പിടിക്കാൻ ഞാനിങ്ങനെ അറിയത്തില്ലല്ലോ. എനിക്കിതൊന്നും എനിക്കിപ്പോഴും അറിയത്തില്ല. ഒരു മറ്റേ പരീക്ഷണോ പിടിച്ചാ ചില സമയത്ത് ഞാൻ ഇങ്ങനെ എന്റെ കണ്ണിലൊക്കെ ഇടിച്ചിട്ടുണ്ട്. അത് മറ്റേ ആ റബ്ബർ സാധനം, സ്റ്റംബർ, എന്തും വേദനയാണ് അതിന്റെ ഉപ്പ് എല്ലാം കിട്ട മറ്റേ ബോളൊക്കെ. അതിന് ആ ബോളിന്റെ ഒരു ഭാഗം കട്ടി ഭയങ്കര കൂടുതലുള്ളത്. എനിക്ക് ഇപ്പോഴും അറിയാത്തില്ല. പണ്ട് ഈ സ്റ്റംബർ അടിക്കുമ്പോ സേഫ്റ്റി പിന്നോട്ട് എനിക്കറിയത്തില്ല, ബൗൺസ് കുറയ്ക്കാന് എന്തിനാ പണ്ട് എപ്പോഴും എല്ലാരും. ആദ്യമൊന്നും എനിക്കിങ്ങനെ തുള വരുമെന്ന് പോലും അറിയത്തില്ല. ഞാൻ എന്റെ കൂടെ ഉള്ളവന്മാര് ചെയ്യുന്ന കണ്ട് ഞാൻ പിന്നെ പക്ഷെ ഈ തുളയുടെ വലുപ്പം കൂടി ഇത് പോകത്തില്ല. ചുമ്മാ ജസ്റ്റ് ഒരു തുള, ഒരു സേഫ്റ്റി വെച്ചൊരു കുത്തിടും. അത് കട്ടി കുറയാനാ. പിന്നെ ഉണ്ട് ക്രിക്കറ്റ് ബോൾ അറിയുമ്പോ ഇങ്ങനെ വെച്ചിറങ്ങിയ വിക്കറ്റ് പോകും. അതായത് ഇതൊരു സ്പെഷ്യലാ, മറ്റേ ആനിമേക്കകത്തൊക്കെ പോലെ സ്പെഷ്യൽ അറ്റാക്ക്. അല്ലാത്ത ഒരു സ്പിന്നാ ഇത്. മറ്റേ ഈ ഇവനിച്ചിരി സീൻ ബാറ്റ്സ്മാനാ, ഇവൻ ഇത് പോരാ, ഇവന്റെ സ്പെഷ്യൽ ആയിട്ട് ഇങ്ങനെ വെച്ച് ഇങ്ങനെ ഇറങ്ങിയ ഔട്ട് ആവും ഉറപ്പ്. അത് ചിലപ്പോ ഔട്ട് ആവുകയും ചെയ്യും. അതാണ് ഔട്ട് ആവുക നമുക്കൊരു പ്രതീക്ഷ. പണ്ടത്തെ സ്കൂളിലൊക്കെ ഓർമ്മയുണ്ട്, നമ്മുടെ സ്കൂളിൽ കുറച്ചൊക്കെ സമയത്ത് ചിലമാരൊക്കെ എന്താ അടിപൊളി ബാറ്റ്സ്മാൻ ഒക്കെ ഞങ്ങളുടെ സ്കൂളിലെ മെയിൻ ഫുട്ബോൾ ആയിരുന്നു. നമ്മുടെ പിള്ളേരൊക്കെ നൈസ്, എനിക്ക് നല്ല കഴിവുള്ള ഫുട്ബോളേഴ്സിനാണ് അവന്മാരൊക്കെ. പക്ഷെ ഇവിടെ ആയതുകൊണ്ട് ഗതി പിടിക്കാവോ. അതെ, നല്ല കഴിവുള്ള പിള്ളേർ 2-3 പേര്, 2-3 എനിക്കൊന്ന് കുറെ എല്ലാവരും അത്യാവശ്യം നല്ലതായിട്ട്. എന്നെ തന്നെ ഞാൻ മാത്രമേ ഉള്ളൂ പിന്നെ മറ്റേ ഇടിച്ചിട്ട് നിർത്തിയിട്ടുള്ള. ബാക്കി എല്ലാവരും മറ്റേ ട്രിക്കൊക്കെ ഈ ബാക്കിയുള്ളവര് ഞങ്ങളുടെ സീനിയർ ഏട്ടന്മാരാണെങ്കിലും കുറെ പേര് നൈസായിട്ട് കളിക്കുന്നവരുണ്ടായിരുന്നു. നമ്മളെ കൂടെ പഠിക്കുന്നവന്മാരും ഫുട്ബോൾ നൈസായിട്ട് കളിക്കുമായിരുന്നു. അവന്മാര് മറ്റേ അന്ന് ഈ ട്രിബിളൊക്കെ ചെയ്ത് അടിപൊളിയായിട്ട് കണ്ടോണ്ടിരിക്കാൻ തന്നെ നൈസായിരുന്നു. എല്ലാരും ഇപ്പൊ മറ്റേ ID കാർഡ് കിട്ടുമല്ലോ കമ്പ്യൂട്ടർ എല്ലാരും അതിൽ തന്നെ പെട്ട് റാറ്റ് റേസിലായിരിക്കും എല്ലാരും. അതാ ഇവിടെ ഉണ്ടോ അങ്ങനത്തെ ഒരു സീൻ? അത് പ്രത്യേകിച്ച് എന്റെ ടൈമിലൊക്കെ എന്ന് പറഞ്ഞാൽ മറ്റേ പഠിത്തവും അല്ലാതെ വേറൊരു സീനിലോട്ട് പോയി മോനെ. ഇപ്പൊ എനിക്ക് തോന്നുന്നു പിന്നെ അങ്ങനെ അത്രയും സീനില്ലെന്ന് തോന്നുന്നു. പക്ഷെ ആ സമയത്ത് ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ ഒരു വോയിസ് ഉണ്ട്, അവർക്ക് ഇഷ്ടമുള്ള ചെയ്യണം. പണ്ടത്തെ പോലെ പൈസ കൂട്ടി വെച്ച് വീട്ടുകാരെ മറ്റേ ബാലേട്ടനാവണോന്നുള്ള ആഗ്രഹമൊക്കെ മാറി വരും. ചെയ്യുന്ന ജോലി ചെയ്യുമ്പോൾ ഒരു സന്തോഷം കിട്ടണമെന്നൊക്കെ ആഗ്രഹമുള്ളവർ ഇപ്പൊ വരുന്നത്. പണ്ടത്തെ ആൾക്കാര് ജോലി ചെയ്യണം, കുടുംബത്തിനെ നോക്കണം, മറ്റേ നീറ്റ് സ്വഭാവം. പൈസ ഉണ്ടാക്കി അതൊക്കെ സേവ് ചെയ്യണം. പിന്നെ ഒരു റെയിനി ഡേക്ക് വേണ്ടി പൈസയുടെ ആവശ്യം വരും. ഇൻവെസ്റ്റ് ചെയ്യത്തില്ല, സ്റ്റോക്കൊക്കെ കളത്തരവാ, അങ്ങനത്തെ അതൊക്കെയാണ് ഇപ്പോഴത്തെ ആൾക്കാര്. ഇപ്പോഴത്തെ ആക്ച്വലി സ്റ്റഡീസ് അറിയാതെ ഇപ്പോഴത്തെ പിള്ളേര് ഇപ്പം പണ്ടത്തെ ഇപ്പം നമ്മുടെ ജോലി ചെയ്യുന്ന പണ്ടത്തെ ജനറേഷനാണ്. അവർക്ക് ചിലപ്പം ഡേയ്സ് ഓഫ് വർക്ക് ചെയ്യുന്ന കുഴപ്പമില്ല, വീക്കെൻഡ്സ് വർക്ക് ചെയ്യാൻ, ഓവർ ടൈം വർക്ക് ചെയ്യാൻ കുഴപ്പം. പക്ഷെ ഇപ്പോഴത്തെ ആൾക്കാര് മറ്റേ അങ്ങനത്തെ ഈ വെളിയിലത്തെ ഇതൊക്കെ ഡിമാൻഡ് ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. പക്ഷെ വേറൊരു സ്റ്റഡി പറയാന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ പക്ഷെ പിള്ളേർ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുന്ന ഭയങ്കര കൂടുതലാണ്. ഇപ്പൊ നമ്മളാണേലും എത്ര പേര്, ഇപ്പൊ ഞാനാണെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യും മ്യൂച്വൽ ഫണ്ട്സിലും സ്റ്റോക്കിലും. ഇൻവെസ്റ്റ്മെന്റ് കൂടി ഭയങ്കരമായിട്ട്.
പണ്ടത്തെക്കാളും. പണ്ടെല്ലാരും ഇത് കളിപ്പീര ഇതൊന്നും അങ്ങനെ കളക്ടർ. പറയുന്നുണ്ട്. നമ്മളിപ്പം ക്രിപ്റ്റോ പോലെയാ അന്ന് അവര് സ്റ്റോക്കിനെ കണ്ടത്. ശരിയാ. പിന്നെ അത് മാത്രല്ല, എനിക്ക് തോന്നിട്ടുണ്ട് നമ്മുടെ ഈ സ്കൂളിന്റെ കരിക്കുലത്തിലൊന്നും ആവശ്യമുള്ള കാര്യങ്ങളൊന്നും അവരിതില് ഉൾപ്പെടുത്തിയിട്ടില്ല. അതായത് സ്റ്റോക്ക് മാർക്കറ്റിന്റെ കാര്യത്തിൽ അതിപ്പോഴും ഇല്ലല്ലോ. ഇപ്പോഴും ഇല്ല. ITR ഫയൽ ചെയ്ത് എങ്ങനെ, ടാക്സ് റിട്ടേൺ ഫയൽ അതെ, ഇതൊക്കെ ബേസിക് ഒരു ബാങ്കിൽ പോയി എന്തുവാ ചെയ്യേണ്ടത്, പൈസ എങ്ങനെയാ സേവ് ചെയ്തത്, ചുമ്മാ കൊറേ ബുക്കിനകത്ത് പഠിപ്പിച്ച് ഇതെന്ന് പറഞ്ഞാൽ വേണം, ആവശ്യത്തിന് വേണം. ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ എല്ലാം അറിയേണ്ട കാര്യങ്ങളൊക്കെ തന്നെ. ഫിസിക്സും ഒക്കെ പക്ഷെ വേണം. പക്ഷെ അതിന്റെ കൂട്ടത്തിൽ തന്നെ എന്തെങ്കിലും ഒരു ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു സാധനം ഉണ്ടെങ്കിൽ നൈസായിരിക്കും. ഇത് ആക്ച്വലി പ്രൂവ് ചെയ്യുന്ന സ്കൂളിലും കോളേജും പ്രൂവ് ചെയ്യുന്ന പറഞ്ഞാൽ ഇവൻ ഇത്ര നാൾ ഇവിടെ പഠിച്ചു, ഇത്ര ദിവസം എല്ലാ ദിവസവും ഇവിടെ നമ്മളാ സിസ്റ്റത്തിൽ പെട്ടു, ഇവന് സിസ്റ്റത്തിലാവാൻ പറ്റും. ക്വസ്റ്റ്യൻ കൊടുത്തു കഴിഞ്ഞാൽ ആൻസർ ചെയ്യാൻ പറ്റും. പ്രൂവ് ചെയ്യുന്ന കോളേജ് 4 കൊല്ലം ഇവൻ അസൈൻമെന്റ് ചെയ്ത് പരീക്ഷയൊക്കെ എഴുതി ഇവൻ ഇങ്ങനെ പോകാൻ പറ്റും. ജോലി ഇങ്ങനെ, അപ്പൊ ഒരാൾ ഇവന് ജോലി കൊടുക്കുകയാണെങ്കിൽ ഇവന് ആ ജോലി ചെയ്ത് മെട്രിക്സിന് ഓക്കെ, സിസ്റ്റത്തിൽ ക്യാമ്പസ് ഇന്റർവ്യൂ ഒക്കെ തന്നെ ആണെങ്കിലും സപ്ലി ഉള്ളവന്മാർക്കൊന്നും അങ്ങനെ അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല. എനിക്ക് ഇത്ര അവിടെ അവര് കഴിവിനല്ല, മാർക്കിന്റെ അടിസ്ഥാനത്തില. അത് ഇപ്പൊ ഈ അധികം മാർക്കില്ലാത്ത പിള്ളേരാണെങ്കിലും കഴിവുള്ള എന്തോരോ ആൾക്കാരാണ്. ഞാൻ നോക്കിയിട്ട് ഭയങ്കര മാർക്കുള്ളവരെക്കാളും ഒക്കെ ഇപ്പം രക്ഷപ്പെട്ട് പോകുന്നത് മാർക്കില്ലാത്തവന്മാരാണ്. അതെ അതെ, ബിടെക് പാസ്സാവാത്തവന്മാര് പോലെ നമ്മള് ട്രൈ ചെയ്യുന്ന ആൾക്കാരുണ്ടോ? ഉറപ്പായിട്ടും. എക്സാമ്പിൾ നമ്മൾ തന്നെ നോക്കി നോക്ക്, നിങ്ങൾക്ക് എന്താ എത്ര അത്യാവശ്യം സപ്ലൈ കൊണ്ടായിട്ട് നിങ്ങൾ ലാസ്റ്റ് എല്ലാം എഴുതിയെടുത്ത് ഒരു വിധം എത്തിയല്ലോ. എന്ന് പറഞ്ഞാൽ പഠിക്കാനുള്ള കഴിവില്ലാത്തോണ്ടല്ലോ, പഠിക്കാനുള്ള താല്പര്യമില്ല. കഴിവുണ്ട് പക്ഷെ താല്പര്യമില്ലായിരുന്നു. ഞാൻ പറയുന്നത് എനിക്ക് ഇതിനോട് യോജിപ്പില്ലായിരുന്നു. ഈ പ്ലേസ്മെന്റ് സപ്ലൈ ഉള്ളവരിരുന്നല്ലോ ഇവര്. ഞാൻ അന്ന് കഴിഞ്ഞ ഇതിൽ ഞാൻ പറയില്ല, ഈ സപ്ലൈ ഒറ്റയടിക്ക് അടുപ്പിച്ച് എല്ലാ ദിവസവും പരീക്ഷ വെച്ച് എത്ര സപ്ലൈ എഴുതി, അതല്ല അപ്പൊ ഏറ്റവും അടിപൊളി. അവരല്ലേ പൊളി. അതാ ഒരു ടാസ്ക് കൊടുത്തു കഴിഞ്ഞാൽ അതും സപ്ലൈ എക്സാം പാടാ, മറ്റേ എക്സാമിനേക്കാൾ പാടാ. അപ്പൊ അവരല്ലേ പൊളി. അല്ല, സപ്ലൈ എക്സാം എന്ന് പറഞ്ഞാൽ മറ്റേ എക്സാമിന്റെ കൂട്ട് തന്നെയല്ലേ ഉള്ളു, വ്യത്യാസമൊന്നും ഇല്ലല്ലോ. കുറച്ചുകൂടെ പാടായിരിക്കും. ടഫാണോ? ആയിരിക്കും, കുറച്ചുകൂടെ പാടായിരിക്കും. കാരണം മറ്റേ പരീക്ഷ നമ്മൾ ജസ്റ്റ് നോക്കിപ്പോയാൽ പാസ്സാവും. ഒന്നെങ്കിൽ ചില പരീക്ഷ പാടായിരിക്കും, അങ്ങനെയാണ് സപ്ലൈ എളുപ്പം, അങ്ങനെയൊക്കെ അങ്ങനെ വരുന്നത്. പക്ഷെ എനിക്ക് സപ്ലൈ കുറച്ചുകൂടെ പാടായിരിക്കും എപ്പോഴും. ചില കാണാൻ അവരെന്തെന്നറിയാം, മാർക്കൊക്കെ പിടിച്ചൊക്കെ എക്സാം ആണെങ്കിൽ അവര് മാക്സിമം ഈസി ഉള്ള ക്വസ്റ്റ്യൻസ് പിള്ളേർ എങ്ങനെയെങ്കിലും പാസ് കൂടുതലും. അത് കഴിഞ്ഞിട്ട് സെയിം ക്വസ്റ്റ്യൻ അവർക്ക് റിപ്പീറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അത് ഡിപ്പെൻഡാ ഓരോ സബ്ജക്റ്റിന്. എനിക്ക് തോന്നുന്നു അങ്ങനെ ആയിരിക്കും. ചിലപ്പോ എളുപ്പമായിരിക്കാം, ചിലപ്പോ അത് പാടായിരിക്കാം. അങ്ങനെയാണെന്നാ എനിക്ക് തോന്നുന്നത്. ആ ഒരു എനിക്ക് സപ്ലി കുറച്ചുകൂടെ എപ്പോഴും ചിലപ്പോ എളുപ്പമായിരിക്കും. എക്സാമിന്റെ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയാലോ സപ്ലൈ പാടാതെ. നമ്മള് സപ്ലിക്ക് പഠിക്കുമ്പോ നോക്കുമല്ലോ, പഴയ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്കുമല്ലോ. അപ്പളാ മനസ്സിലായത് ഇത് ഇത്ര എളുപ്പമായിരുന്നു, നന്ന് എഴുതിയാ മതിയായിരുന്നു. എന്നോട് വീട്ടിൽ എപ്പോഴും പറയാം, നീ മര്യാദക്ക് ഇരുന്ന് പഠിച്ചായിരുന്നെങ്കിൽ മീൻസ് മറ്റേ ഹൈ ഗ്രേഡ് സാധനം പിടിക്കായിരുന്നു. ജസ്റ്റ് പാസ് അല്ലാതെ അത് പറഞ്ഞിട്ട് കാര്യമില്ല. അല്ല ഞാൻ ആലോചിക്കുന്ന പഠിച്ചില്ല, പരീക്ഷ എഴുതുകയും ചെയ്തായിരുന്ന കുഴപ്പമില്ല. ഇത് ചുമ്മാ അവിടെ പോയിരുന്ന് കുറച്ചു നേരം സമയം തീരാണെന്ന് തിരിച്ചു. പക്ഷെ എനിക്ക് മറ്റേ സാധനം ആദ്യമേ അടിച്ചായിരുന്നു കേട്ടോ. ഇതും കൊണ്ട് ഇനി മുന്നോട്ട് നടക്കാൻ ഇല്ല. സപ്ലൈ ഇല്ല, തീർന്നു. സപ്ലൈയും കൊണ്ട് കോളേജ് കഴിഞ്ഞിട്ടുള്ള ഒരു തിരിച്ച് വരുന്നതിനെ പറ്റിട്ട് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. അതുകൊണ്ട് തലേന്ന് കുത്തിയിരുന്ന് തലേന്നുള്ള രാത്രി അതേ ഉള്ളൂ. അല്ലാതെ മറ്റേ ഈ ഒരു എക്സാമിന് ഇടയ്ക്ക് ചിലപ്പം 3-4 ദിവസമൊക്കെ അവധി കിട്ടും. അപ്പൊ നമ്മൾ നേരത്തെ സെറ്റ് ചെയ്യും. മറ്റേ ഒരു ദിവസം ഒരു മൊഡ്യൂൾ, അടുത്ത ദിവസം മൊഡ്യൂൾ, ഇങ്ങനെ സെറ്റ് ചെയ്ത് ഒന്നും ചെയ്തില്ല. പഠിക്കായിരിക്കും എന്നാന്നും റൂമൊക്കെ വൃത്തിയാക്കി അതൊക്കെ സെറ്റ് ചെയ്ത്, അതായത് പ്രൊക്കാസ്റ്റിനേറ്റ് ചെയ്തോണ്ടിരിക്കുക. അത് എക്സാം സമയത്തൊക്കെ നമുക്ക് TV സീരീസ് ആണ് ഭയങ്കര മൂഡ് വരും. എനിക്കങ്ങനെ എനിക്കെന്ന് പറഞ്ഞാൽ പഠിക്കാം. അന്ന് ആദ്യം നമ്മളിരിക്കുന്ന സ്ഥലം ഒന്ന് വൃത്തിയാക്കി. പരീക്ഷയൊക്കെ തുടങ്ങുമ്പോൾ മറ്റേ ടൈം ടേബിളൊക്കെ സെറ്റ് ചെയ്യുന്ന ഇത്ര ദിവസം കൊണ്ട് ഇത്ര തീർക്കും ഇതൊന്നും നടക്കത്തില്ല. അവസാനം തലേന്ന് വൈകിട്ടിരിക്കും, അല്ലെ ഒരു 6 മണി 7 മണി ആ ഒരു ടൈം ആകുമ്പോയിരിക്കും. പിറ്റേന്ന് രാവിലെ വരെ ഉറക്കമില്ലാതെ മറ്റേ കണ്ണും തുറന്ന് 6 മണിയായിരിക്കും. അടുപ്പിച്ചൊരു 3-4 പരീക്ഷ നമ്മുടെ കിളി പോകും. ചില സമയത്തൊക്കെ ഉറങ്ങിപ്പോവും എന്തായാലും. പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെ അടുപ്പിച്ചടിപ്പിച്ചില്ലായിരുന്നു. നീ മറ്റേ സപ്ലിക്കേഷൻ കോഴ്സ് ചെയ്തോണ്ടാ അടുപ്പിച്ചടുപ്പിച്ചോ.
ഇത് ഞങ്ങൾക്ക് മറ്റേ ഒരു ദിവസമെങ്കിലും ഗ്യാപ്പ് ഉണ്ട്. അങ്ങനെ ഒരു ദിവസവും ഗ്യാപ്പില്ലാതെ എക്സാം ഒന്നും വന്നിട്ടില്ല, മെയിൻ എക്സാം വരുന്നത്. അപ്പം ഇങ്ങനെ അതെന്നാ ഇരിക്കും. ഓരോ തലേന്ന് സെമസ്റ്ററിലെയും കണക്ക് വരും. ഇന്ന് ഫസ്റ്റ് ഇയർ ആണാ പിന്നെ അന്ന് തേർഡ് ഇയറില്, നാളെ സെക്കൻഡ് ഇയറില്, ഇങ്ങനെ കണക്ക് വരും. അപ്പൊ ഒരു ദിവസമൊക്കെ എങ്ങനെയാണെങ്കിലും ഗ്യാപ്പ് കിട്ടും. അപ്പം എക്സാം എഴുതുന്നു, അന്നൊന്നും പിന്നെ പഠിത്തത്തിനെ പറ്റി ചിന്തിക്കുന്നില്ല. പിന്നെ അടുത്ത ദിവസം സെറ്റ് ചെയ്യാം. ഞാനും തലേന്നുള്ള പരിപാടി ലാസ്റ്റ് മിനിറ്റ് അതേ പറ്റുള്ളൂ സത്യം. അപ്പഴെല്ലാം അതിന്റെ ആവശ്യമേ ഉള്ളൂ. ഓർത്തിരിക്കാൻ പറ്റും. അതിന്റെ ആവശ്യമുള്ളൂ. ഒരു ദിവസം കഷ്ടപ്പെട്ട പോലെ എല്ലാ ദിവസം കഷ്ടപ്പെടും. ഈ എല്ലാ ദിവസം കഷ്ടപ്പെട്ടിട്ട് എഴുതുന്നവരും നമ്മൾ തലേന്ന് എഴുതുന്ന ആൾക്ക് ഒരേ മാർക്ക് കിട്ടുന്ന ടീംസും ഉണ്ട്. അതെ കൺസിസ്റ്റന്റ് ആയിട്ടിരുന്ന് പഠിച്ചിട്ട് വന്നിട്ട് ഞാൻ അങ്ങനെ കുറച്ചു നേരം ഞാനും കണ്ടിട്ടുണ്ട്. ഭയങ്കര എപ്പോഴും എപ്പോഴും പഠിക്കും. പക്ഷെ മാർക്ക് മാത്രമേ മാർക്ക് ഉണ്ടാവില്ല. അറ്റൻഷൻ കൊണ്ടായിരിക്കും ചിലപ്പോ അവർക്ക് കോൺഫിഡൻസ് കാണത്തില്ല. നമ്മള് മറ്റേ കിട്ടിയ പോയെന്നുള്ളത്. ഞാൻ എന്താണെന്നല്ലേ 3 മണിക്കൂർ അല്ലെ എത്ര സമയത്ത് 3 മണിക്കൂറാണോ 3 മണിക്കൂർ എങ്ങാണ്ടല്ലേ, അത് കഴിയാതെ ഞാൻ അവിടെ നിന്നല്ല. കാരണം എവിടെന്നെങ്കിലും എന്തെങ്കിലും ഒക്കെ കിട്ടുമല്ലോ. ചാൻസസ് തുടക്കത്തിലെ മനസ്സിലായി. ഇനിയിപ്പോ പ്രതീക്ഷയില്ല പോയേക്കാം. ഞാനൊരു അഡീഷണൽ ഷീറ്റ് ഒക്കെ വാങ്ങിച്ച് ചുമ്മാ എഴുതും എന്തെങ്കിലും ഒക്കെ. നമ്മളെ ഇറങ്ങുമ്പോ പറഞ്ഞ ഇൻവിജിലേറ്റർ പറയും 2 വാക്കെല്ലാം കിട്ടിയ പാസ്സായി. നമ്മൾ പറയും സാറ് കഴിഞ്ഞു ഇപ്പൊ കോട്ടയം 1 മണിക്കൂറാൻ പോലും ക്വസ്റ്റ്യൻ പേപ്പർ ഇവിടെ വെച്ചിട്ട് പോണോന്ന് പറയും. അത് ഞങ്ങൾക്ക് എന്തിനു വെച്ചു അല്ല, എനിക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇത് നമ്മ ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ 1 മാർക്ക് കിട്ടും. അങ്ങനെ ഒരു സീനുണ്ട്. അറ്റൻഡ് ചെയ്ത് അങ്ങനെ എന്തോ ഒരു 1-2 മാർക്ക് അങ്ങനെ എന്തോ ഒരു സീനുണ്ട്. അതുകൊണ്ട് വലിച്ചു വാരി എന്തെങ്കിലും ഒക്കെ ചുമ്മാ കഥ എഴുതും. നമ്മള് പണ്ട് കഥ അടിക്കാൻ നൈസായതുകൊണ്ട് എഴുതി വെക്കും. ഒരു അറ്റം മൂലം എവിടെയെങ്കിലും ക്വസ്റ്റ്യൻ കിട്ടിയാൽ മതി, അത് വെച്ച് അങ്ങ് എഴുതുന്നു. പിന്നെ ഉണ്ട് ഒരു ഫിസിക്സ് എന്തോ ഏതാണ്ടൊക്കെ ഇല്ലേ കഥ എഴുതാൻ മാത്രം ഒന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് അങ്ങനത്തെ കഴിവൊന്നുമില്ല. അല്ല മറ്റേ ഇൻട്രൊഡക്ഷൻ ടു അങ്ങനത്തെ കോഴ്സ് അതിനൊക്കെ കുറച്ച് തുടക്കം തിയറി ഉണ്ടല്ലോ കുറെ. കാൽക്കുലേഷൻസ് മാത്രമല്ലല്ലോ. കാൽക്കുലേഷൻസ് പറയുന്ന കുറച്ച് സബ്ജക്റ്റുകളല്ലേ ഉള്ളൂ. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ പിന്നെ എന്തെങ്കിലും മറ്റേ ഈ ഫ്ലൂയിഡ് ഡൈനാമിക്സ് അങ്ങനെയൊക്കെ വരുന്നതിനകത്ത് തിയറിയും കാൽക്കുലേഷനും ഒക്കെ ഉണ്ടല്ലോ. തിയറി എന്ന് പറയുമ്പോൾ എന്നാ മറ്റേ നമ്മുടെ സോഷ്യൽ സയൻസ് പോലത്തെ തള്ളല്ലല്ലോ ഇത്, മറ്റേ ഓരോ കാര്യങ്ങളല്ലേ നമ്മള് തള്ളല്ലേ. നമ്മൾക്ക് ഫാക്ട്സ് അല്ലല്ലോ. എനിക്ക് ഒരു ഗുണം ഉണ്ടായിരുന്നു കേട്ടോ. മറ്റേ സെക്കൻഡ് ഇയർ സ്റ്റാർട്ടിങ്ങിലായപ്പോഴാണ് എന്റെ ഈ ഓൺലൈൻ ക്ലാസ് ആയത്. ഓൺലൈൻ ക്ലാസ്സിന്റെ സെക്കൻഡ് ഇയറിന്റെ ഫസ്റ്റ് സെം എന്ന് വെച്ചാൽ എക്സാം ഗൂഗിൾ ഫോംസ് ചെയ്തായിരുന്നു. പിന്നെ അല്ലാണ്ട് അത് 6 മാസം മറ്റേ അതിന്റെ മറ്റേ എന്താ വെറുതെ അതെ. അപ്പൊ നമ്മുടെ 2 മിഡ് സെമ്മിന്റെ 2 എക്സാം ഉണ്ടായിരുന്നു, പിന്നെ ഒരു ഫൈനൽ എക്സാം ഉണ്ടായിരുന്നു. അത് 3 കൊല്ലം ഗൂഗിൾ ഫോമിലാണ്. എന്നാ പൊളിയാണെന്ന് അറിയാം. അത് കഴിഞ്ഞിട്ടാണ് അവർ പിന്നെ മറ്റേ കോഡ് തന്ത്രയില് മറ്റേ ഓൺലൈൻ എന്താ പറയുന്നത് മറ്റേ ഡോക്ടറൊക്കെ വെച്ച് അവര് വെബ്കാം ഓൺ ചെയ്ത് പിന്നെ എക്സാം എഴുതി പേപ്പർ. അത് എനിക്ക് ആകെ ഒരു പരീക്ഷ മാത്രമേ അങ്ങനെ വന്നിട്ടുള്ളൂ, ബാക്കിയെല്ലാം പോയിട്ടുണ്ട്. ഞങ്ങൾക്ക് പിന്നെ കൊറോണ സീൻ ഇല്ലായിരുന്നു. ഞാൻ പഠിച്ച് 2 വർഷം 18-20 പഠിച്ചിറങ്ങിയിട്ട് എത്ര 5-6 കൊല്ലം 5-6 ഇറങ്ങിയിട്ട് 18-7 വർഷമായി. ചുമ്മാ ഫ്ലൈയിങ് എന്റെ ഇടയ്ക്ക് 7 വർഷം വയസ്സായിക്കൊണ്ടിരിക്കും. മാമനായ കേട്ടോ നിങ്ങൾ സത്യം പറഞ്ഞു. ആയിക്കോട്ടെ. മറ്റേ ഷോപ്പിൽ ഇരിക്കുന്ന മറ്റേ മുണ്ട് പോയി വാങ്ങിച്ചോട്ടോ. അത്രയ്ക്ക് താല്പര്യമൊന്നുമില്ല. ഓരോ ദിവസം കഴിയുമ്പോഴും തെറ്റ് പാതി തീർന്നുകൊണ്ടിരിക്കും. ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ യാർ. നല്ലതാ. എനിക്ക് പ്രായമാവാൻ താല്പര്യമില്ല. അതന്നാ നിന്റെ നമ്മുടെ 20s നമ്മൾ എങ്ങനെ ടേക്ക് കെയർ ചെയ്യുന്ന പോലെ ഇരിക്കും ബാക്കി 30s 40s ഒക്കെ. അങ്ങനെ വരത്തുള്ളൂ. കാരണം 30s ആവുമ്പോൾ പയ്യെ ഡിറ്റീറിയേറ്റ് ചെയ്യാൻ തുടങ്ങും. ഒരു മിഡ് ലൈഫ് ആയി. 20s എങ്ങനെ നടക്കുന്നു അതിന്റെ നേരെ നമുക്ക് അറിയാൻ പറ്റും. കാരണം എനിക്ക് തന്നെ ഇപ്പം പണ്ട് ജിമ്മിൽ പോകുമ്പോൾ പവറാ, എന്ത് വേണേലും ചെയ്യാം. ഇപ്പൊ ചെയ്യാൻ പറ്റും, പക്ഷെ അതിന്റെ ഭവിഷ്യത്തുകൾ അനുഭവിക്കും. എനിക്ക് അങ്ങനൊന്നും പണ്ട് എന്ത് ചെയ്താലും അതൊക്കെ ഒരു പരിധി വരെ നമ്മുടെ മൈൻഡിന്റെ ഞാൻ അങ്ങനെ പറയുള്ളൂ. എനിക്കിപ്പോഴും അങ്ങനെ വലിയ സീനൊന്നുമില്ല. പിന്നെ ആകെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന് കുറച്ച് മടി കൂടി എല്ലാത്തിനും. അതേ ഉള്ളു. ബാക്കി എനിക്ക് അങ്ങനെ വേറെ ക്ഷീണം. ഞാനിപ്പോഴും ഓണാ ഉള്ള കാര്യം പറയാലോ.
എനിക്ക് എന്റെ മൈൻഡ് വർക്ക് ഇല്ലായിരുന്നു. ഇപ്പൊ വർക്ക് ലൈഫും കൂടെ ഉള്ളതുകൊണ്ട് തന്നെ തോന്നുന്നു. എത്തോന്ന് ആലോചിച്ച് നോക്കും, വർക്ക് ലൈഫ് മെന്റലി നമ്മള് കുറച്ച് സ്ട്രെയിൻഡ് ആണ്. ശരിക്കും പറയാൻ ഈ ചെസ് ഗ്രാൻഡ് മാസ്റ്റേഴ്സ് ചെസ് കളിക്കുമ്പോ അവർക്ക് തൗസൻഡ്സ് ഓഫ് കാലറീസ് ബുദ്ധി പോയിച്ച് മാത്രം. അപ്പൊ നമ്മൾ ഈ ലാപ്ടോപ്പിലൊക്കെ നോക്കിയിരുന്ന് അത്രയും ക്ഷീണിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ പവർ ഡൗൺ ആവുമെന്നൊന്നും ഡെയിലി പണിയെന്ന് പറഞ്ഞായിരിക്കും എടാ പണി അത് നല്ല സ്ട്രെസ് ഉണ്ടെങ്കിൽ ഈ സീന നീ പറയുന്ന പോലെ നല്ല സ്ട്രെസ് കൂടി ഇപ്പൊ മറ്റേ ഇൻസ്റ്റോളേഷന് പോകുമ്പോ നല്ല സ്ട്രെസ് ഇല്ല അപ്പം വൈകല്ലോ. എനിക്കും അങ്ങനെ സീനൊന്നും ഇതുവരെ വന്നിട്ടില്ല കേട്ടോ. ഞാൻ അത് സത്യം പറഞ്ഞാൽ ഞാൻ എൻജോയ് ചെയ്തുകൊണ്ടിരുന്നത്. എനിക്ക് ഞാൻ ഒരിക്കലും ഒരു സ്ട്രെസ്സായിട്ട് അതിനെ ഞാൻ കണ്ടിട്ട് ഞാനതാ പറയുന്നത്. നമ്മൾ കാണുന്ന രീതി എന്തോ അതിന് ഞാൻ ഇതുവരെ ഉള്ള തെള്ളോ അല്ല വേറൊന്നും പറയല്ല. ഞാൻ ഇതുവരെ ഉറപ്പായിട്ട് അതിനിടയ്ക്ക് പല കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും എനിക്ക് സ്ട്രെസ്സായിട്ട് തോന്നിയിട്ടില്ല. അതെന്താണെന്ന് എനിക്കറിയാത്ത ഞാൻ പറഞ്ഞില്ലേ, ഞാൻ നിൻ്റെ മുമ്പേ ഇങ്ങോട്ട് വന്നപ്പോഴും പറഞ്ഞില്ലേ, ആദ്യമൊക്കെ പോയപ്പോൾ എനിക്ക് ഭയങ്കര തോര എന്താ പറയാം അല്ല. പിന്നെ ഒരു ലീഡായി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം ചുമ്മാ അവിടെ പോകുന്ന ജോളിയായിട്ട് ഞാൻ എപ്പോഴും ഞാൻ പണിതുകൊണ്ടിരിക്കുന്നത് നൈസായിട്ട് എല്ലാവരുമായിട്ട് അവിടെയുള്ള ഫ്ലോറിലുള്ളവരുമായിട്ട് നൈസായിട്ട് കമ്പനി അടിച്ച് കഥയും പറഞ്ഞു. അവിടെ മറ്റേ ഫീൽഡിൽ പോകുന്നതും അത് പിന്നെ കുറച്ചുകൂടെ നമുക്ക് മൈൻഡ് മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഇതുപോലെ ഈ മെട്രിക്സിൽ പെടുന്നത് മറ്റേ നമുക്ക് അത് നമ്മളുടെ അത് ഒരു പരിധി വരെ നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർ അത് ഭയങ്കരമായിട്ട് ഡിപ്പെൻഡ് ആവും. അത് നമ്മളെ ബാധിക്കും. അത് നമ്മുടെ കൂടെ ഉള്ള ആൾക്കാർ ഇച്ചിരി ഓണായിട്ടുള്ളതാണെങ്കിൽ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വേറെ കുറേ കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ, അപ്പുറത്ത് നിൽക്കുമ്പോഴും ഇപ്പുറത്ത് നിൽക്കുമ്പോഴും എങ്ങനെയാണെന്നുള്ള ഒരു സീന്. അപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ കുറച്ച് ഓണായിട്ടുള്ള ആൾക്കാർ വരുവാണെങ്കിൽ എനിക്കങ്ങനെ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര ഹാപ്പിയാണ്. എനിക്ക് അങ്ങനെ പ്രശ്നമൊന്നുമില്ല. അങ്ങനെ സ്ട്രെസ്സോ ഇപ്പോൾ വർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളത് ചെയ്യുവാന്ന്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പോൾ എന്താണെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് ഒബ്സ്ട്രക്ഷൻസ് അല്ലെങ്കിൽ തടസ്സങ്ങൾ എന്തെങ്കിലും വരും. നമ്മളിപ്പോൾ അതും എടുത്ത് സ്ട്രെസ്സായിട്ട് എടുത്ത് തലയെടുത്ത് വെച്ചോണ്ടിരുന്നിട്ട് എന്തെങ്കിലും എടുക്കാനുണ്ടോ? നമുക്ക് അറ്റ് ദ എൻഡ് ഇതിന് ഇപ്പം എന്തൊക്കെ കാണിച്ചെന്ന് പറഞ്ഞാൽ ഇതിന് സൊല്യൂഷൻ കണ്ടുപിടിച്ചേ പറ്റൂ. ഇത് ആലോചിച്ച് സ്ട്രെസ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന് സൊല്യൂഷനും കിട്ടാൻ പോകില്ല. നീ സ്ട്രെസ് പഠിച്ചുകൊണ്ട് അവിടെ ഇരിക്കും, നമ്മുടെ മൈൻഡും ഡൗൺ ആയി പോകും. സാധനം എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ സെറ്റ് ചെയ്യാന്നുള്ളത് നീ പറഞ്ഞിരുന്ന പോലെ സെറ്റ് ചെയ്യാന്നേ ഉള്ളൂ. അതിന് നമുക്കിത് അത് വരും. അത് അങ്ങനെ വന്നിട്ടില്ലെന്നല്ല ഞാൻ പറഞ്ഞത്. അത് ഇപ്പം ഞാൻ ഒരു ഇത് വർക്ക് ചെയ്തോണ്ടിരിക്കുന്ന കേബിളിന്റെ ഷോർട്ടേജ് വന്നപ്പോൾ അത് ഇവിടെ വേറെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ അന്നേരം പോയിട്ട് ഉമ്മാരുടെ അടുത്ത് അതങ്ങനെ ഇങ്ങനെ നിങ്ങൾ ശ്രദ്ധിച്ചില്ല അല്ലെ മറ്റേ പിള്ളേരുടെ തലയിലോട്ട് ഇട്ടിട്ട് അവിടെ യാതൊരു കാര്യമില്ല. ഞാൻ ഇപ്പോൾ സ്വന്തമായിട്ടിരുന്ന് ടെൻഷൻ അടിച്ചിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ പിന്നെ ഞാൻ അവിടെ പോയി മറ്റേ അവന്മാരുടെ അടുത്ത് പറഞ്ഞു ഇത് സമയം എടുക്കും, അത് വരാൻ അപ്പുറത്തുണ്ട്, സാധനം വന്നാൽ മതി, സെറ്റ് ചെയ്യാന്ന് പറഞ്ഞു. പിന്നെ അവിടെ ഇരുന്ന് വരുന്നിടത്ത് വെച്ച് കാണാന്നുള്ളൊരു ഇതേ ഉള്ളൂ. പിന്നെ അവിടെ പ്രത്യേകിച്ച് വേറെ ഒന്നും ചെയ്യാനില്ല അല്ലേ. പിന്നെ എനിക്ക് അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ അത് സ്ട്രെസ് ഒരു ഫാക്ടർ നമ്മളുണ്ടാക്കുന്നതാണ്, നമ്മളായിട്ടുണ്ടാക്കുന്ന കാര്യങ്ങളായതല്ല. നമ്മളത് എങ്ങനെ ഒരു കാര്യത്തിനെ എങ്ങനെ കാണുന്നു എന്നുള്ളൊരു ഇതാ അല്ലേ. വേറൊരു കാര്യം ശ്രദ്ധിച്ചു, നമ്മൾ ചിലപ്പം ചിലവരുടെ അടുത്ത് നമ്മുടെ സ്വഭാവം വേറെയാ, വേറെ ചിലരുടെ അടുത്ത് നമ്മുടെ സ്വഭാവം വേറെ. എന്ന് പറഞ്ഞാൽ ചിലരുടെ അടുത്ത് നമ്മൾ ഭയങ്കര ഓണായിരിക്കും, ചിലരുടെ അടുത്ത് നമ്മൾ അത്ര നിൽക്കത്തുള്ളൂ. അതായത് ഇപ്പം നിന്റെ പഴയ സ്കൂളിൽ പഠിച്ച അവന്മാരെ കാണുമ്പോൾ വേറൊരു അവരുടെ മുമ്പിൽ. പക്ഷെ ഞാൻ ഇവിടെ കാണിക്കുന്ന ഇതേ സാധനം തന്നെ അവിടെ കാണിക്കും. അത് ഈ എന്റെ കൂടെ ഈ വീഡിയോ കാണുന്ന കുറച്ച് കൂട്ടുകാർ കാണുമ്പോഴാണെങ്കിലും അമ്മമാർക്ക് മനസ്സിലാവും ഇതേ കൊണ്ടാടിയതിനാ ഞാൻ അവിടെ അടിക്കുന്നത്. അല്ല, എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. കാരണം ചിലരുടെ ചില സർക്കിളിൽ പോകുമ്പോൾ നമ്മൾ വേറൊരാണ്, നമുക്ക് അതായത് വേറെ ചില സർക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ആ ഒരു വൈബ് നമുക്ക് കിട്ടുന്നുണ്ടല്ലോ. ഇപ്പം കൂടെ പഠിച്ചവരുടെ കൂട്ടത്തെ ആ ഒരു ഇതാന്നുള്ള, അല്ലെങ്കിൽ നമ്മള് അത്രയും ക്ലോസ് ആയിട്ട് അത്രയും ഓപ്പൺ ആവുന്ന ആ ഒരു സെയിം വൈബ് എവിടെ കിട്ടിയാലും നമ്മളത് ഓപ്പൺ ആവും, ആ ഒരു ഇത് പിടിക്കും. കാരണം വെളിയിൽ നിന്ന് നോക്കുന്ന ആൾക്കാർ വിചാരിക്കും, ഒരിക്കലും അത് വിശ്വസിക്കത്തില്ല നമ്മളെത്ര നമുക്കിങ്ങനെ, കാരണം അതെ നമ്മളിങ്ങനെ ആണോ എന്ന് അവർക്ക് ഒരിക്കലും തോന്നുന്നില്ല. അത് എനിക്കങ്ങനെ പലപ്പോഴും അത് കൂടുതലും ഈ വർക്ക് ലൈഫിലാണ് അത് കൂടുതലും വരുന്നത്. കാരണം ഇവിടുത്തെ ഇത് നമ്മളെന്ത് വർക്ക് ചെയ്യുമ്പോൾ എന്ത് ഫാമിലി എന്താന്ന് പറഞ്ഞാൽ അത് വെറുതെ ഇവിടെ മറ്റേ ഇതാ അറിയാം.
അത് ഇവിടെ അല്ലടാ, അത് എല്ലായിടത്തും ഇവിടെ ഞാൻ ഉദ്ദേശിച്ചത് വർക്ക് ലൈഫ് വരുമ്പോഴത്തേക്ക് ആ ഒരു അതെല്ലാം ഫേക്ക് റിലേഷൻഷിപ്പ്. പക്ഷെ അതാ ഞാനത് പലപ്പോഴും ഞാൻ ആലോചിച്ചിട്ട് അത് എന്താണ് ആൾക്കാർ അതുകൊണ്ട് ഇപ്പം ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പം വർക്ക് ചെയ്യുമ്പോൾ ഇപ്പം നമ്മളൊരു ഇപ്പം ഇരുന്ന് വർക്ക് ചെയ്യുന്നു, നമുക്ക് എന്തോ പ്രശ്നം എന്തുവാ എല്ലാ കാര്യങ്ങളും ഇപ്പം നിനക്ക് എന്തെങ്കിലും ഒരു ഇഷ്യൂ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളത് നിന്നെ സപ്പോർട്ട് ചെയ്ത് സാധനം സെറ്റ് ചെയ്യാൻ നോക്കും. എനിക്ക് എന്തെങ്കിലും ഒരു ഇത് വന്നു കഴിഞ്ഞാൽ സോർട്ട് ചെയ്യാനല്ലോ. അങ്ങനെ പോകുമ്പോഴല്ലേ അതിനൊരു അങ്ങനെ പോയി കഴിഞ്ഞാൽ അടിപൊളിയല്ലേ. കാരണം അത് വെച്ചിട്ട് ഇപ്പം നീ വന്നിട്ട് ഞാൻ വന്നിട്ട് നിനക്ക് നാളെ അങ്ങനെ ഒരു ഇത് പറ്റി, നിന്നെ പറ്റി അപ്പുറത്ത് പോയിന്ന് ഇത് പറയുന്നു, കുറ്റം പറയുന്നു, അങ്ങനെയൊക്കെ ചെയ്തിട്ട് എന്ത് കാണിക്കാൻ? എല്ലാ ഫീൽഡിലും എല്ലായിടത്തും ഇതൊക്കെ തന്നെയാണ് നടക്കുന്നത്. മറ്റേ പേഴ്സണൽ ആവശ്യം നമ്മൾ ഇത്ര നാളും സ്കൂളിലും കോളേജിലൊക്കെ നമ്മുടെ ടൈപ്പ് ആൾക്കാരായിട്ടൊക്കെ കമ്പനി കുറെ കൂട്ടുകാരും വയസ്സാവും തോറും നമുക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ കുറയും. അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ സർക്കിൾ ചെറുതാവുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് പ്രായം കൂടും തോറും. അല്ല അതാണ് ഞാൻ പറഞ്ഞ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഒരു ഓപ്പൺ ഇപ്പം എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്ന് ഒരാളുടെ അടുത്ത് കയറിയിട്ട് കമ്പനിയാവും, ഭയങ്കര പെട്ടെന്ന് കമ്പനിയാവും. പക്ഷെ ചില സമയത്ത് എനിക്ക് അതിൽ നിന്ന് തിരിച്ചറിയും കിട്ടിയിട്ടുണ്ട്. കമ്പനി ആയി കഴിയുമ്പോഴത്തേക്ക് പിന്നെ അവന്മാര് കാണുമ്പോൾ നമ്മൾ ഓപ്പൺ ആയിട്ട് എല്ലാ കാര്യം ഇപ്പം നിന്റെ അടുത്ത് ഞാൻ സംസാരിക്കുമ്പോൾ ഞാൻ ഇതുവരെ എന്തെങ്കിലും മറച്ചു വെച്ചോ അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതി സംസാരിക്കാനോ വന്നിട്ടില്ല. നമ്മൾ സീരിയസ് ആവുന്ന ടോക്ക്, നമ്മളിതല്ല ഇത് ചുമ്മാ ഷോ കേട്ടോ. പരദൂഷണമായി നിങ്ങളുടെ മാമലത്വം അത് എനിക്കും വന്നെന്ന് തോന്നുന്നു. ഏത് മാമനത്തോ? ഞാൻ പക്ഷെ അതിന്റെ വാണത്തരം ചങ്കി ഇത് ചുമ്മാ നമ്മള് സീരിയസ് ടോക്ക്. സിദ്ധാർത്ഥന്റെ മോഹൊക്കെ ഭയങ്കര സീരിയസ് ആവും. ഇവരിങ്ങനെ ഞാൻ മറ്റേ ടീച്ചറില്ല ക്ലാസ് പറയുമ്പോ എനിക്ക് മറ്റടുത്ത് കണക്ഷൻ ഇത് വേണ്ട സീരിയസ്. ഇതിനകത്തും അത് മിക്സ് ആക്കും. എനിക്ക് തോന്നുന്നു 1 മണിക്കൂർ ആയെന്ന് എനിക്ക് തോന്നുന്നു. ഓണാണ് ഓഫ് ആവും. നമുക്ക് ഒരു ചെക്ക് പോയിന്റ് വെക്കാൻ പറഞ്ഞു. ചെക്ക് പോയിന്റ് ഞാൻ വെച്ചു ഇവിടെ. ഞാൻ ടൈമർ വെച്ചു. ഇപ്പൊ 28 മിനിറ്റ് ആയി. 28 മണിക്കൂർ 1 മിനിറ്റ്. അപ്പൊ എന്നാ പിന്നെ നമുക്ക് ഇത് പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്തേക്കാം. ഒരു കണ്ടന്റ് കൂടെ ആയല്ലോ അത്യാവശ്യം. അതെ, നമുക്ക് കുറച്ചുകൂടെ ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങളും കൂടെ മിക്സ് ചെയ്യും. ഞാൻ ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യം പറയട്ടെ. അപ്പൊ താങ്ക് യു ഗൈസ് ഫോർ വാച്ചിങ്. മറ്റേ വിവേകാനന്ദന്റെ സാധനം പറഞ്ഞു. പിന്നെ ഇതിനകത്ത് പറയുന്ന കാര്യങ്ങൾ നിങ്ങളെല്ലാം ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് ഒന്നും അല്ല. എനിക്ക് മണ്ടത്തരങ്ങൾ പറ്റാം, പൊട്ടത്തരങ്ങളാ ഞങ്ങള് ചിലപ്പോ വിവേകാനന്ദ ഒരു തോക്കെടുത്ത് വേണ്ടി വെച്ചായിരിക്കും. ഫുള്ളി മറ്റേ സന്യാ സെയില്ലല്ലോ. നോൺ വയലൻസ് ഞാൻ സംഭവം. പക്ഷെ US ഒരു കോൺഫറൻസിന്റെ കാര്യം ഞാൻ ഇതുപോലെ അതിനകത്ത് എന്തോ പുള്ളി ഇത് ചെയ്തപ്പോ പുള്ളി എന്തോ ഒരു സംഭവം ചെയ്തിട്ടുണ്ട്. അത് ഇത് തന്നെ ആണെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ ഇങ്ങനെ ഒരു സംഭവം ഞാൻ കേട്ടിട്ടുണ്ട്, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. ആരും തെറ്റിദ്ധരിക്കരുത്. അതെ, ഓക്കെ. അപ്പൊ നമുക്ക് ഇത് ഇവിടെ പറഞ്ഞു നിർത്തുന്നു. അടുത്ത പരിപാടിക്ക് കാണാം.